റസൂലിനെ കുറിച്ചുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ റസൂലിനെ എങ്ങനെയൊക്കെയാണ് ലോകം വായിച്ചിട്ടുള്ളത്? ഓറിയന്റലിസ്റ്റുകളുടെ ഭാഗത്ത് നിന്നുള്ള നല്ലൊരു ശ്രമം, അത് എല്ലാ വർക്കുകളും ഓറിയന്റലിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് വന്ന എല്ലാ വർക്കുകളും ഒരിക്കലും തള്ളപ്പെടേണ്ടതല്ല. ഇപ്പം ഗാന്ധിജി നബിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, തോമസ് കാർലെ നബിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ശ്രീനാരായണ ഗുരു. ബ്രിട്ടന് ഈജിപ്ത് പിടിച്ചടക്കണം, അതിനവരുടെ മുന്നിൽ പ്രധാനമായിട്ടും രണ്ട് വഴികളാണ്. അഥവാ ഈ മുഅ്ജിസത്തുകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അതിശയം തോന്നും. ഇപ്പോൾ ബെന്യാമീന് ആടുജീവിതത്തിൽ പറയുന്നുണ്ടല്ലോ, നമ്മൾ അനുഭവിക്കാത്ത കാര്യങ്ങളൊക്കെ എന്താണ്, കെട്ടുകഥകളാണ്. ഇത്ര കാലം ഇഷ്ക് മജ്‌ലിസുകളിൽ പങ്കെടുക്കാത്ത ഒരാളെ ഒരു 5-10 മിനിറ്റ് അവൻ ആ സദസ്സിലിരുന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന അനുഭൂതി അത് വളരെ അനിർവചനീയമാണ്. അത് വ്യക്തിയോടുള്ള സ്നേഹം രൂപപ്പെടുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളോടും സ്നേഹം വരിക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ക്യൂരിയോസിറ്റി പോഡ്കാസ്റ്റിന്റെ ഗസ്റ്റ് സീരീസിലുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഉസ്താദ് ഷുഐബ് ഹുദവി പുത്തൂരാണ്. ഉസ്താദിനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇതൊരു റബീഉൽ അവൽ സ്പെഷ്യൽ എപ്പിസോഡ് കൂടിയാണ്. ഈ ഒരു റബീഉൽ അവൽ സ്പെഷ്യൽ എപ്പിസോഡിനെ കുറിച്ച് പറയുമ്പോൾ, ഞങ്ങളെ കഴിഞ്ഞ വർഷത്തുണ്ടായിരുന്ന എപ്പിസോഡിന് ഞങ്ങൾ ടൈറ്റിൽ ചെയ്തിരുന്നത് മരുഭൂവിൽ പൂത്ത വസന്തം എന്നാണ്. ഇതൊരു പാട്ടിൽ നിന്ന് വന്നതാണ്. അതായത് വരണ്ട ഹൃദയങ്ങളിലേക്ക് റസൂൽ എന്ന വസന്തം എങ്ങനെ കടന്നു വന്നു എന്നുള്ള അതിനെ വർണ്ണിച്ചിട്ടായിരുന്നു. അപ്പം ഇന്നത്തെ കുറച്ചും കൂടി ഒരു ഡെപ്തിലുള്ള ചർച്ചയായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അതായത് നമ്മളിതിനു മുമ്പ് ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിച്ച പുസ്തകം പറഞ്ഞിരുന്നു, പൊതുവെയുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ റസൂലിന്റെ ഒരുപാട് വിദൂരതയിൽ നിന്നുള്ള ഒരു വീക്ഷണം, അതിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടി റസൂലിനെ അടുത്തറിയാനുള്ള ഒരു ശ്രമമായിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഇതിന്റെ ഒരു ഫസ്റ്റ് ചോദ്യം എന്നുള്ളവർക്ക് ചോദിക്കുന്നത് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് തന്നെയാണ്. അതായത് റസൂലിനെ കുറിച്ചുള്ള പഠനങ്ങൾ പല രീതിയിൽ വന്നിട്ടുണ്ട്. ചിലപ്പം ചില സീറകളിലൂടെ ഒക്കെ വരുമ്പോൾ പലപ്പോഴും ഒതന്റിസിറ്റി, ആ പറയുന്ന ആളുകളുടെ ഒതന്റിസിറ്റിയെ ചെക്ക് ചെയ്തുകൊണ്ടുള്ള രീതിയിലുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും ഓറിയന്റലിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്നൊക്കെ പലപ്പോഴും ചിലപ്പം ചില നാടൻ പാട്ടുകൾ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ലിറ്ററേച്ചർ ബേസ് ചെയ്തിട്ട് റസൂലിനെ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ആൻ മേരി ഷിമ്മലിന്റെ കൃതിയൊക്കെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ആ ഒരു രീതിയിൽ അങ്ങനെ പല രീതിയിലുള്ള വായനകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ചോദ്യം എന്നുള്ളത് ഇത് തന്നെയാണ്. അതായത് റസൂലിനെ കുറിച്ചുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ റസൂലിനെ എങ്ങനെയൊക്കെയാണ് ലോകം വായിച്ചിട്ടുള്ളത്, അതിനോട് കൂടെ തന്നെ ഉസ്താദ് പ്രിഫർ ചെയ്യണ ഒരു രീതി എങ്ങനെയാണ്, റസൂലിനെ കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ ഉള്ളൊരു രീതി എങ്ങനെയാണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ആദ്യമായി ക്യൂരിയോസിറ്റിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഏതാനും മാസങ്ങളായി ക്യൂരിയോസിറ്റി ഒരുപാട് നല്ല പ്രോഗ്രാമുകൾ ആളുകൾക്ക് മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും കൂടുതൽ നല്ല മികച്ച പ്രോഗ്രാമുകളുമായി ഇനിയും ക്യൂരിയോസിറ്റി സജീവമായിട്ട് പ്രവർത്തിക്കട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുന്നു. ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വായിക്കാനും പഠിക്കാനും പല ശ്രമങ്ങൾ പല രീതിയിൽ ലോകത്ത് നടന്നിട്ടുണ്ട്. അതിലിപ്പോൾ റബീഉ സൂചിപ്പിച്ച ഓറിയന്റലിസ്റ്റുകളുടെ ഭാഗത്ത് നിന്നുള്ള നല്ലൊരു ശ്രമം, അത് എല്ലാ വർക്കുകളും ഓറിയന്റലിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് വന്ന എല്ലാ വർക്കുകളും ഒരിക്കലും തള്ളപ്പെടേണ്ടതല്ല. വളരെ മികച്ച ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുഭവിച്ച് ആസ്വദിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഒത്തിരി വർക്കുകൾ കാണാൻ കഴിയും. അതുപോലെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ ആസ്പെക്റ്റുകളെ മുൻനിർത്തി പ്രവാചകന്റെ വിദ്യാഭ്യാസ മേഖലയിലെ കാഴ്ചപ്പാടുകൾ, മനഃശാസ്ത്രജ്ഞനായ റസൂൽ, രാഷ്ട്രീയ നയതന്ത്രജ്ഞനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ ഒരു വ്യക്തിയെ വിവിധ ആംഗിളുകളിൽ നിന്ന് നോക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പല ആളുകളെയും അത് വലിയ രൂപത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. പല ചിന്തകരും എഴുത്തുകാരും പൊതുപ്രവർത്തകരും ഒക്കെ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഗാന്ധിജി നബിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, തോമസ് കാർലെ നബിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ശ്രീനാരായണ ഗുരു, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ. പക്ഷേ അതൊക്കെ വളരെ എല്ലാ ജീവിതത്തിൻ്റെ ഏത് മേഖലകളാണെങ്കിലും ആ മേഖലകൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നമുക്ക് മാതൃക കാണാൻ കഴിയും. ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞതാണ് ഉസ്വത്തുൻ ഹസന. പക്ഷെ അവിടെയൊക്കെ അതിൻ്റെയൊക്കെ ഒരു പരിമിതി റസൂലുള്ളാഹി
മുഹമ്മദുർ റസൂലുള്ളാഹി എന്നാണല്ലോ ഖുർആൻ അള്ളാഹുവിൻ്റെ റസൂലിനെ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ അകത്തൊരു മുഹമ്മദിയത്തുണ്ട്, റിസാലത്തുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് എലമെന്റുകൾ അതുകൂടെ ചേർത്തു വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വായിക്കേണ്ടത്. പിന്നീട് സീറകളിൽ അല്ലെങ്കിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വായിക്കാനുള്ള ശ്രമങ്ങളിൽ ഒരല്പം അപകടം പിടിച്ച ചില കാര്യങ്ങളും ഉണ്ട്. 1919 നൂറ്റാണ്ടിൽ ഈജിപ്തിൽ രൂപപ്പെട്ട ഒരു പ്രത്യേക രീതിയാണത്. അത് പലപ്പോഴും പല ആളുകളും അത് ഫോളോ ചെയ്തു. പിന്നീട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് അത് പ്രചരിച്ചു. 19 നൂറ്റാണ്ടിൽ ബ്രിട്ടന്റെ കോളനി ആയിരുന്നു ഈജിപ്ത്. അപ്പോൾ ബ്രിട്ടന് ഈജിപ്ത് പിടിച്ചടക്കണം. അതിനവരുടെ മുന്നിൽ പ്രധാനമായിട്ടും 2 വഴികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഈജിപ്ഷ്യൻ സമൂഹത്തെ അസ്ഹറിൽ നിന്ന് അകറ്റണം. ഇന്നും അസ്ഹറിനോട്, ജാമിഅത്തുൽ അസ്ഹറിനോട് ഈജിപ്തിലെ ഷാബിന്, അവിടുത്തെ സൊസൈറ്റിക്ക് അവർ ഭയങ്കര ബോണ്ടാണ്, വളരെ നല്ല കണക്ഷനിലാണ്. അപ്പൊ ഈ ഒരു കണക്ഷൻ എന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക. ഇതാണ് ഒരു വഴി. രണ്ടാമത്തെ ഒരു വഴി, അസ്ഹറിലെ അധ്യാപകർ, മേധാവികൾ, ഷെയ്ഖുൽ അസ്ഹർ ആയിട്ടും മറ്റൊക്കെ അവിടെ കഴിഞ്ഞുകൂടുന്ന ആളുകൾ, അവരെ വൈജ്ഞാനികമായിട്ട് സ്വാധീനിക്കുക, അവരെ മെത്തഡോളജിയിൽ സ്വാധീനിച്ച് അവരിലൂടെ നമ്മൾ ബ്രിട്ടൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് അവരെ മാറ്റുക. അന്ന് ഈജിപ്തിന്റെ ഉത്തരവാദിത്തത്തിൽ ഉണ്ടായിരുന്ന ജോർജ് ലോയിഡ് എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പങ്കുവെച്ച അനുഭവമാണിത്. അപ്പൊ ഈ 2 വഴികളിൽ ഒന്നാമത്തെ വഴി വളരെ ശ്രമകരമായിരുന്നു. അഥവാ അസ്ഹറിൽ നിന്ന് ഈജിപ്ഷ്യൻ സമൂഹത്തെ എന്ത് ചെയ്യുക, അകറ്റുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വഴിയാണ് അവർ സ്വീകരിച്ചത്, അസ്ഹറിലെ ഉലമാഇനെ സ്വാധീനിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടന്നു. അഥവാ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന മെത്തഡോളജി അത് നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഗ്രസീവ് ആവാം, മതത്തിലേക്ക് ആളുകൾ കൂടും. അതുകൊണ്ട് നിങ്ങൾ മതത്തെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്, മതത്തിൻ്റെ ലീഡേഴ്സിനെ പരിചയപ്പെടുത്തേണ്ടത്, അള്ളാഹുവിനെയും റസൂലിനെയും പരിചയപ്പെടുത്തേണ്ടത് ഞങ്ങളുടെ മെത്തഡോളജിയിലാവണം. ആ മെത്തഡോളജി നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ മതം അത് കുറച്ചും കൂടെ എല്ലാവർക്കും അക്സെപ്റ്റഡ് ആവുന്ന ഒരു സാധനമായിട്ട് മാറും. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആദ്യ ശ്രമങ്ങൾ നടന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഗൗരവമായ ചില അജണ്ടകൾ നിർമ്മിക്കപ്പെട്ടു. അസ്ഹറിന്റെ ലീഡർഷിപ്പിലേക്ക് മുഹമ്മദ് അബ്ദു, മുസ്തഫ മറാഖിയെ പോലെയുള്ള ആളുകൾ ഷെയ്ഖുൽ അസ്ഹറായി. ഫരീദ് വജ്ദിയെ പോലെയുള്ള ഈ രൂപത്തിൽ ഇസ്ലാമിനെ പല രൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രമം നടത്തിയ ഫരീദ് വജ്ദി മജല്ലത്തുൽ അസ്ഹർ എന്ന് പറയുന്ന അസ്ഹറിന്റെ ഔദ്യോഗിക ജേണലിൽ അതിൻ്റെ എഡിറ്ററായിട്ട് വന്നു. ഈ ഒരു പീരിയഡിൽ ഒരുപാട് എഴുത്തുകാർ അസ്ഹറിന്റെ പരിസരത്ത് നിന്ന്, അസ്ഹറിൽ നിന്നൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇവർ പല വിഷയങ്ങളിലും എഴുതിയിട്ടുണ്ട്. കൂട്ടത്തിൽ സീറകളും ഉണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറകളും ഉണ്ട്. അതിൽ സംഭവിച്ച ചില ഗുരുതരമായ പ്രശ്നങ്ങൾ അത് തീർച്ചയായിട്ടും നമ്മളത് ഹൈലൈറ്റ് ചെയ്ത് മനസ്സിലാക്കുകയും അത്തരം വർക്കുകൾ വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുകയും വേണം. ഒന്നാമതായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുള്ള മുഅ്ജിസത്തുകൾ, ഈ മുഅ്ജിസത്തുകളൊക്കെ പല ബുദ്ധിക്ക് എന്തല്ല, ആക്സെപ്റ്റഡ് അല്ല. അതുകൊണ്ട് അതിന് സയന്റിഫിക് ആയ ജസ്റ്റിഫിക്കേഷൻ അനിവാര്യമാണ് എന്ന് പറഞ്ഞു. ചില മുഅ്ജിസത്തുകളൊക്കെ കട്ട് ചെയ്തു. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ നബിയെ പലരും തെറ്റിദ്ധരിക്കും. ഇതൊരിക്കലും നമുക്ക് ലോജിക്കലി അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ അവരെ പല മുഅ്ജിസത്തുകളെ നിഷേധിക്കാനും ചില മുഅ്ജിസത്തുകളെ സയന്റിഫിക്കായി അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാനും അവർ തയ്യാറായി. പല പഠനങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിറാസ മുഅസറ, കണ്ടംപററി റീഡിങ് എന്ന പേരിൽ സയന്റിഫിക് സ്റ്റഡി, ഒബ്ജക്റ്റീവ് സ്റ്റഡി, ഇങ്ങനെയുള്ള ഒരുപാട് മെത്തഡോളജികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശദീകരിക്കാനുള്ള ശ്രമം നടന്നു. ഇപ്പൊ കൂട്ടത്തിൽ ഫരീദ് വജ്ദ് എഴുതിയ ഒരു ആർട്ടിക്കിൾ, ഈ മജല്ലത്തുൽ അസ്ഹർ എന്ന് പറഞ്ഞല്ലോ, ആ മജല്ലത്തുൽ അസ്ഹറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സീറ, അദ്ദേഹം അതിന് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത് അസീറത്തുൽ മുഹമ്മദിയ തഹ്ത ലൗഇൽ ഇൽമി വൽ ഫൽസഫ, സയൻസ് അതേപോലെ ഫിലോസഫി, ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നബിയെ വായിക്കാം. ആ കാലത്ത് പുറത്തു വന്ന വളരെ ശ്രദ്ധേയമായ വർക്കാണ് മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിന്റെ ഹയാത്ത് മുഹമ്മദ്. ഹയാത്ത് മുഹമ്മദിന്റെ ആരംഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ എഴുതപ്പെട്ട സീറകൾ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഗദ്യമായും പദ്യമായും ഒരുപാട് വർക്കുകൾ വന്നിട്ടുണ്ട്.
അവയുടെ ഒരു മെത്തഡോളജി ഒരിക്കലും ഞാൻ ഫോളോ ചെയ്യില്ല. ഞാൻ പലതും സ്കിപ്പ് ചെയ്ത് കുറച്ചും കൂടെ കണ്ടംപററി ആയി ഒരു പ്രവാചകരെ ഒരു ചരിത്ര പുരുഷനായി അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുക എന്നൊക്കെ അദ്ദേഹം അതിൻ്റെ ആരംഭത്തിൽ പറയുന്നത് വളരെ കൃത്യമാണ്. കാരണം പല മുഅ്ജിസത്തുകളെയും അദ്ദേഹം ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നേ ഇല്ല. കാരണം മുഅ്ജിസത്തുകൾ ചർച്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രവാചകൻ ഒരു ചരിത്ര പുരുഷനാണ് എന്നുള്ള ആ ഒരു വലിയ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം അത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരു അബ്ഖരി, ലോകത്തൊരുപാട് അബ്ഖരി ആളുകൾ ചരിത്ര പുരുഷന്മാർ വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരാളായി നബിയെ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. യഥാർത്ഥത്തിൽ ഇത്തരം വർക്കുകളൊക്കെ ഒരു വരണ്ട പ്രവാചക ജീവിതത്തെയാണ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് കൊടുക്കുന്നത്. സ്നേഹത്തിൻ്റെ നനവുള്ള കുറച്ചുകൂടെ അനുഭവവേദ്യമായ ആസ്വാദ്യകരമായ ഒരു ഹബീബിനെ മനസ്സിലാക്കാൻ പലപ്പോഴും ഈ ഇത്തരം വർക്കുകൾക്ക് കഴിയാതെ പോകുന്നു എന്നത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. ഈ ഹുസൈൻ ഹൈക്കലിന്റെ ഹയാത്ത് മുഹമ്മദ് വളരെ നേരത്തെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട പുസ്തകമാണ്. എന്നാൽ അതിൽ നിന്ന് ഒരുപാട് ഇൻസൈറ്റ്സുകൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്, അതിൽ യാതൊരു സംശയമല്ല. അപ്പോൾ വളരെ നേരത്തെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ചില മലയാളികളൊക്കെ ഒരുപക്ഷെ പ്രവാചകരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കാനും ഒരു ശ്രമം അത് വെച്ച് നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം വർക്കുകളെ വളരെ ശ്രദ്ധയോടെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യണം. പിന്നെ എങ്ങനെയാണ് നമ്മൾ റസൂലിനെ വായിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ നമ്മളും നബിയും വളരെ ക്ലോസ് ആയ ബന്ധം ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ ഇഖ്വാനിനെ കാണാൻ ആഗ്രഹിക്കും. ഒരിക്കൽ നബി പറഞ്ഞ. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നത്, നബി ഞങ്ങളല്ലേ എന്ന്. അല്ല, നിങ്ങളല്ല, നിങ്ങൾ എൻ്റെ അസ്ഹാബാണ്. ഇഖ്വാൻ വേറൊരു ടീമാണ്, എന്നെ കാണാതെ എന്നെ സ്നേഹിക്കുന്ന ആളുകൾ. അപ്പോൾ വളരെ നിഷ്കളങ്കമായ സ്നേഹം, ഹൃദയത്തിൽ കുളിര് പകരുന്ന, നബിയെ ഓർക്കുമ്പോൾ സന്തോഷം തോന്നുന്ന, മദീന ഒരു എന്താ പറയുക, മദീനയെക്കുറിച്ച് ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന, അത് വളരെ നിഷ്കളങ്കമായൊരു സ്നേഹം. ഈ സ്നേഹത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന വായനകൾ, എഴുത്തുകൾ, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ട്രഡീഷണൽ സുന്നി മൂവ്മെൻറ്റുകളൊക്കെ നടത്തുന്ന രീതികൾ ഒരു പരിധിവരെ ഈ രൂപത്തിലുള്ള, അഥവാ ഈ ഒരു വളരെ ഡീപ്പായ ഒരു സ്നേഹത്തെ രൂപപ്പെടുത്താൻ സഹായകമാകുന്ന രീതികളാണ്. ഇഷ്ക് മജ്ലിസുകൾ സംഘടിപ്പിക്കുക, മൗലിദുകൾ സംഘടിപ്പിക്കുക. അങ്ങനെ അത് ആ ഒരു സദസ്സിലിരുന്നാൽ മതി. ഇത്ര കാലം ഇഷ്ക് മജ്ലിസുകളിൽ പങ്കെടുക്കാത്ത ഒരാളെ ഒരു 5-10 മിനിറ്റ് അവൻ ആ സദസ്സിലിരുന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന അനുഭൂതി അത് വളരെ അനിർവചനീയമാണ്. അപ്പോൾ ഈ രൂപത്തിൽ അനുഭവിക്കുന്ന ആസ്വാദ്യകരമായ ഒരു ഹബീബിനെ പഠിക്കുക, മനസ്സിലാക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് സഹായകമാകുന്ന രൂപത്തിലുള്ള വായനകളാണ് തീർച്ചയായിട്ടും ആ വിഷയത്തിൽ നടത്തേണ്ടത് എന്ന് തോന്നുന്നു. നമ്മൾ ഈ ഐഡിയോളജിക്കൽ കൊളോണിയലൈസേഷനെ കുറിച്ച് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ വെസ്റ്റേണൈസേഷൻ, നമ്മളെ വിശ്വാസധാരയിലേക്കൊക്കെ ഒരു വെസ്റ്റേൺ മെത്തഡോളജി കടന്നു വരുന്നതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. അതായത് ഈ സ്പിരിച്വാലിറ്റിയെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നനവിനെ മാറ്റി നിർത്തിയിട്ടുള്ളൊരു വെറും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു വായന നമ്മുടെ സീറകളിലേക്കും അതുപോലെ തന്നെ ഖുർആനിലേക്കും വന്നത് കാണാൻ കഴിയും. മോചിസത്തിനൊക്കെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ഖുർആനിക് തഫ്സീറൊക്കെ കേരളത്തിൽ നിന്ന് പോലും വന്നതൊക്കെ നമുക്ക് അറിയണമല്ലോ. അപ്പം അതുമായി ബന്ധപ്പെട്ട് കണ്ടൊരു പ്രത്യേക തരത്തിലുള്ള ഒരു വായന ഉണ്ട്. അതായത് മോചിസത്ത്, റസൂലുള്ളാഹിന്റെ മോചിസത്ത് എന്നുള്ളത് ഖുർആന്റെ ലിറ്ററേച്ചറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു വായന. അപ്പോൾ അതിനെങ്ങനെയാണ് കാണുന്നത്? അതിനോട് കൂടെ തന്നെ മോചിസത്തുകളെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നും കൂടി വ്യക്തമാണ്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇന്നും ലൈവായിട്ട് നമ്മുടെ കൺമുന്നിലുള്ള മുഅ്ജിസത്താണ്. അതിലാർക്കും തർക്കമില്ല. എനിക്ക് തോന്നുന്നു മുസ്ലിങ്ങളിലെ ഒരു വിഭാഗവും അതിനെ എതിർക്കാൻ സാധ്യതയില്ല. എന്നാൽ മുഅ്ജിസത്തുകൾ ഖുർആനിൽ മാത്രം ഒരിക്കലും പരിമിതമല്ല. ഇപ്പോൾ ഖുർആൻ തന്നെ നമ്മളോട് സംസാരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല മുഅ്ജിസത്തുകളുണ്ടല്ലോ. സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു ഇസ്രായിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ ഇഖ്തറബത്തി സാഅ വൻഷഖൽ ഖമർ, ചന്ദ്രനെ പിളർത്തിയ സംഭവം വളരെ പ്രസിദ്ധമാണ്. ഹദീസ് മുസ്ലിമിലും ബുഖാരി പോലത്തെ വളരെ ഒതന്റിക്കായ ഹദീസിന്റെ കിതാബുകളിൽ വന്ന വേറെയും ഒരുപാട് മുഅ്ജിസത്തുകൾ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് ഒളൂ ചെയ്യേണ്ടി വന്നപ്പോൾ വെള്ളം ഇല്ല. റസൂലുള്ളാഹി തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം പ്രവഹിച്ച സംഭവം വളരെ പ്രസിദ്ധമാണ്. മദീനത്തെ പള്ളിയിലെ മിമ്പർ തേങ്ങിയ ഒരു കാര്യം വളരെ സഹിഹായ മുസ്ലിം റഹിമഹുല്ലാഹി റിവായത്ത് ചെയ്ത ഹദീസിൽ വന്ന സംഭവം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വേറെയുണ്ട്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പല അവരുടെ മുഅ്ജിസാത്തുകളും നബി തങ്ങളുടെ ഖസായിസൊക്കെ വിശദീകരിക്കുന്ന കിതാബുകളിലൊക്കെ പല ആലിമീങ്ങളും പറഞ്ഞതാണ്.
ഇവിടെ ഗൗരവമുള്ള രണ്ടാമത്തെ പ്രശ്നം അത് വളരെ ഗൗരവമാണ്. അഥവാ ഈ മുഅ്ജിസത്തുകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അതിശയം തോന്നും, അത്ഭുതം തോന്നും. ആ അതിശയം അത് നിഷേധിക്കുന്നതിലേക്ക് ഒരിക്കലും നമ്മളെ എന്ത് ചെയ്യാൻ പാടില്ല, എത്തിക്കാൻ പാടില്ല. കാരണം നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ അത്ഭുതം തോന്നുക, എന്നാൽ വേറെ ചില സംഗതികൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അത്ഭുതം തോന്നാതിരിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. ഈ അത്ഭുതം, അതിശയം തോന്നുക എന്നൊക്കെ പറയുന്ന സംഗതികൾ ഇപ്പോൾ ഇതുവരെ ഞാൻ അനുഭവിക്കാത്ത ഒരു കാര്യം പെട്ടെന്ന് സഡൻ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു അതിശയം ഉണ്ടാവും. ഞാൻ അനുഭവിക്കാത്ത, എൻ്റെ ചുറ്റുമുള്ളവർ അനുഭവിക്കാത്ത ഒരു കാര്യം, എനിക്ക് പരിചയമുള്ള ചില കസ്റ്റംസ്, ചില റൂട്ടീൻ, അതിന് വിരുദ്ധമായിട്ട് ചിലതൊക്കെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന അതിശയവും അത്ഭുതവുമാണത്. അപ്പൊ ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതുവരെ എനിക്ക് പരിചയമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ അത് എനിക്ക് പരിചയമില്ലാത്തത് കൊണ്ട് അതൊരിക്കലും ഉണ്ടാവില്ല, അത് ബുദ്ധിക്ക് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല, അത് ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ ഞാൻ വാദിക്കുന്നത് തീർച്ചയായിട്ടും അതിവാദങ്ങളാണ്. ഇപ്പോൾ ബെന്യാമീന് ആടുജീവിതത്തിൽ പറയുന്നുണ്ടല്ലോ, നമുക്ക് നമ്മൾ അനുഭവിക്കാത്ത കാര്യങ്ങളൊക്കെ എന്താണ്, കെട്ടുകഥകളാണ്. അത് നമ്മൾ അനുഭവിക്കുന്നത് വരെ അത് കെട്ടുകഥകളായി തുടരും. അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മളത് അനുഭവിക്കണം, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള നമ്മുടെ വിശ്വസ്തർ അത് അനുഭവിക്കണം. അപ്പൊ അത് നിഷേധിക്കേണ്ട യാതൊരു കാര്യവും ഇതിലില്ല. അതിശയം തോന്നുക, അത്ഭുതം തോന്നുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. തീർച്ചയായിട്ടും അത്ഭുതം തോന്നണം. കാരണം ഇത് മുഅ്ജിസത്തുകളെ കുറിച്ച് നമ്മൾ പറയാറുള്ളത് ഖാരിഖത്തുൽ ആദ, നമുക്ക് പരിചയമുള്ള കസ്റ്റംസിനെ ഹർക്ക് ചെയ്തുകൊണ്ട് അത്ഭുതം നമുക്ക് തോന്നുന്ന കാര്യങ്ങളായിട്ട് തന്നെയാണ് മുഅ്ജിസത്തുകൾ എന്ത് ചെയ്യുന്നത്, റിവീൽ ആകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൽ അത്ഭുതം ഉണ്ടാവും. അപ്പൊ അത് ഖാരിഖത്തുൽ ആദയായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആദത്ത് രീതി, റൂട്ടീൻ എന്നൊക്കെ പറയുന്നത് നമ്മെക്കുറിച്ചാണ്. നമ്മുടെ ആദത്തിനോടാണ് അത് എതിരായിട്ടുള്ളൂ. അള്ളാഹുവിൻ്റെ ഒരു ആദത്തും അള്ളാഹുവിൻ്റെ ഒരു രീതിയും ഉണ്ട്, അതിനോട് ഇതൊന്നും എതിരല്ല. ഇതെല്ലാം അഥവാ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാലേ, പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും കാര്യകാരണ ബന്ധം അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കൊസാലിറ്റി എന്ന് നമ്മൾ വിളിക്കുന്ന കോസ് ഇഫക്റ്റ് തമ്മിൽ പ്രത്യേകമായ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ എല്ലാ വിഷയത്തിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നു, നമ്മുടെ വിശപ്പ് മാറും. ദാഹമുള്ള സമയത്ത് വെള്ളം കുടിച്ചാൽ ദാഹം മാറും, അല്ലേ? അപ്പോൾ ഈ ഭക്ഷണത്തിനകത്ത് വിശപ്പിനെ മാറ്റുക എന്ന് പറയുന്ന ഒരു ഫാക്ടർ അള്ളാഹു അതിൻ്റെ അകത്ത് ഘടിപ്പിച്ചിട്ടുണ്ട്. അത് അള്ളാഹുക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാതെ തന്നെ നമ്മുടെ എന്ത് മാറ്റാം, വിശപ്പ് മാറ്റാൻ അള്ളാഹുവിന് കഴിയും. അള്ളാഹു ഒരു മാധ്യമമായി, അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണത്. സബബുകളിലൂടെയാണ് അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ, ഇറാദത്തുകൾ അള്ളാഹു നടപ്പായിക്കൊണ്ടിരിക്കുക. തീയിൻ്റെ അകത്ത് ഇഹ്റാഖ്, പേപ്പറിനെ കരിക്കാനുള്ളൊരു വാല്യൂ, ഒരു ശക്തി അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. അത് റിമൂവ് ചെയ്യാൻ അള്ളാഹുവിന് സാധിക്കും. എന്ന് പറഞ്ഞാൽ എല്ലാ സംഗതികളുടെയും സഫിഷ്യന്റ് കോസ്, ഷറഹുൽ അഖായിദൊക്കെ ഉപയോഗിച്ചതുപോലെ അസ്സബബുൽ മുഅസ്സിർ ആരാണ്? അള്ളാഹുവാണ്. അപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന ചില സബബുകൾ, അത് ചിലപ്പോൾ സബബ് ഉണ്ടാവും, കോസ് വരും, എന്തുണ്ടാവില്ല, ഇഫക്റ്റ് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ കോസ് ഉണ്ടാവും, ആ കോസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ട്, നേരെ വിപരീതമായ റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ തീ കരിക്കുക എന്നുള്ളത് തീയിന്റെ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കിയ ഒരു ഇഫക്റ്റാണ്. പക്ഷെ ഈ തീയിനെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലിട്ട സമയത്ത് ഈ തീ വർക്ക് ചെയ്യുന്നില്ല. തീയിൽ നിന്ന് ഉണ്ടാവേണ്ട ഇഹ്റാഖ് സംഭവിക്കാതെ ഉണ്ടാവുന്നത് എന്താ? ബർദൻ വസലാമൻ അല ഇബ്രാഹിം, തണുപ്പും രക്ഷയുമാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെയാണ് കുല്ലമ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹ റിസ്ഖ ഖാല അന്നാ ലക്കി ഹാദ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്. മറിയം ബീവിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴൊക്കെ അവിടെ ഭക്ഷണം കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇത് ആര് കൊണ്ടുവന്നു? വേറെ ആരും കൊണ്ടുവന്നിട്ടില്ല. ഞാനാണ് സാധാരണ ഭക്ഷണം കൊണ്ടുവരാറുള്ളത്, പക്ഷെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ആര് കൊണ്ടുവന്നു? അള്ളാഹ്. സ്വാഭാവികമായും നമുക്കതിലൊരു അനുഭവം തോന്നും. കാരണം നമ്മുടെ റൂമിന്റെ മേശപ്പുറത്ത് കുറച്ച് ഫുഡ് വന്ന് കിടക്കും, ആരോ ഫുഡ് കാണുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ഒബ്സർവേഷനിൽ, നമ്മുടെ ഒരു പരിചയം വെച്ചുകൊണ്ട് അത് ആരോ ഒരാൾ കൊണ്ടുവന്ന് വെച്ചതാവണം. പക്ഷേ ആരും കൊണ്ടുവന്ന് വെച്ചിട്ടില്ല, അത് അള്ളാഹു ഡയറക്റ്റ് കൊണ്ടുവന്ന് വെച്ചതാണ്, അല്ലെങ്കിൽ മറ്റെങ്ങനെയോ എത്തിയതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കത് ഒരു അതിശയം, ഒരു അത്ഭുതം ഫീൽ ചെയ്യും. അത്ര ഇതിലുള്ളൂ. അപ്പൊ ആ ഒരു അതിശയം, അതിൽ അത്ഭുതം തോന്നുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, എല്ലാ കാര്യങ്ങളുടെയും പിറകിലെ സഫിഷ്യന്റ് കോസ് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഒക്കേഷനലിസം എന്നുള്ള പേരിലാണ് നമ്മൾ ആ സ്കൂൾ ഓഫ് തോട്ടിനെ
വിശേഷിപ്പിക്കാറുള്ളത്. ആ ഒരു പേരിലാണ് അത് അറിയപ്പെടാറുള്ളത്. അപ്പോൾ എല്ലാ മുഅ്ജിസത്തും, ഇനി ഏത് മുഅ്ജിസത്തുകളെയും നമ്മൾ എടുത്തു നോക്കുക, ഇതൊക്കെ ഖാരിഖത്തുൽ ആദയായിരിക്കും. ആദത്തിനോട് അത് എതിരായിട്ടുണ്ടാവും. നമ്മുടെയൊക്കെ നിലവിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാറുള്ളത്. ഇപ്പോൾ ഇവാൻ പാവ്ലോ എന്ന് പറയുന്നൊരു എഴുത്തുകാരൻ, ചിന്തകനുണ്ട്. അദ്ദേഹത്തിന്റെ പാവ്ലോസ് ഡോഗ് എന്ന് പറഞ്ഞ ഒരു എക്സ്പെരിമെന്റ് സാധാരണ പറയാറുണ്ട്. അദ്ദേഹം ഈ നായക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് 10 മണി സമയമായാൽ ആദ്യം ഒന്ന് ബെല്ല് റിങ് ചെയ്യും, എന്നിട്ട് ഭക്ഷണം കൊടുക്കും. അപ്പൊ ഭക്ഷണം കൊടുക്കുന്ന സമയത്തൊക്കെ നായയുടെ വായിൽ സലൈവ, ഉമിനീര് സ്വാഭാവികമായിട്ട് വരുമല്ലോ. പിന്നെ ഈ ബെല്ലടിക്കുക, ഭക്ഷണം കൊടുക്കുക, ബെല്ലടിക്കുക, ഭക്ഷണം കൊടുക്കുക, അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കറങ്ങിയപ്പോൾ ബെല്ല് കേൾക്കുമ്പോഴേക്ക് നായയുടെ വായിൽ എന്ത് വരും? സലൈവ വരും. അപ്പൊ നായയുടെ ഒരു കണ്ടീഷനിങ് അങ്ങനെയാണ്. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ അതിന് വിരുദ്ധമായിട്ട് പെട്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ബെല്ലടിക്കുന്നു, ഭക്ഷണം കൊണ്ടുവരുന്നില്ല, എന്നാലും നായക്ക് എന്ത് വരും? സലൈവ വരും. അപ്പൊ ഇതാണ് ഇതിലൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഏത് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ ഈ വിഷയം വളരെ മനോഹരമായി അവരുടെ തഹാഫത്തുൽ ഫലാസിഫ, മുസ്തസ്ഫ പോലത്തെ കിതാബുകളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ പ്രധാനമാണ്. ഈ തവസ്സുൽ, ഇസ്തിഗാസ തുടങ്ങിയ പല വിഷയങ്ങളിലേക്ക് വരുമ്പോഴൊക്കെ ഈ സബബിയത്ത്, കൊസാലിറ്റി എന്ന് പറയുന്ന വിഷയം വളരെ പ്രധാനമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു മുഅ്ജിസത്തും ഖാരിഖത്തുൽ ലിൽ അഖ്ൽ ആവില്ല. അഥവാ ലോജിക്കലി ഇമ്പോസിബിളായ ഏതെങ്കിലും ലോജിക്കൽ ഫാലസികൾ അത് ഒരു പ്രവാചകനും മുഅ്ജിസത്തായിട്ടും കൊണ്ടുവരില്ല, ഒരു വലിയും കറാമത്തായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഇത് ഖാരിഖത്തുൽ അഖ്ലാണ് എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത് കൊണ്ടാണ് ചില മുഅ്ജിസത്തുകളെ നേരത്തെ പറഞ്ഞ ചില എഴുത്തുകാരൊക്കെ സ്കിപ്പ് ചെയ്തത്. അല്ലെങ്കിൽ അവർക്ക് ശാസ്ത്രീയമായ ജസ്റ്റിഫിക്കേഷൻ ആവശ്യമാണ്, അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ആ രൂപത്തിൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മെത്തഡോളജി വളരെ കൃത്യമാണ്, സുതാര്യമാണ്, സൂക്ഷ്മമാണ്. വെസ്റ്റേൺ സ്കോളേഴ്സിന്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ഏതെങ്കിലുമൊക്കെ ആരോപണങ്ങൾ കേൾക്കുമ്പോഴേക്ക് നമ്മുടെ ഇത്തരം വളരെ സൂക്ഷ്മമായ ഈ ഒരു മെത്തഡോളജിയിലൊരു ഒരു വീഴ്ച വരുത്താതെ അതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൊസാലിറ്റിയുമായി കൃത്യമായ ഒരു ധാരണ അതിനെക്കുറിച്ച് വരുന്നതോടെ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ മുഅ്ജിസത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു പ്രവാചകന്റെ മുഅ്ജിസത്തും നമ്മുടെ ബുദ്ധിയോട് എതിരാകുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ല. നമ്മുടെ ആയത്തിനോട് അത് എതിരാവും. നമുക്ക് പരിചയമുള്ള, നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു കാര്യം, അതിനോട് വിരുദ്ധമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുക. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അതിൽ എന്ത് തോന്നും? അത്ഭുതം തോന്നും. ഏത് അത്ഭുതവും, ലോകത്തെ എല്ലാ അത്ഭുതങ്ങളാണ്. ഓരോ അത്ഭുതങ്ങളും ദിനം പ്രതി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ സൂക്ഷ്മമായി ഇപ്പോൾ വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കാം. ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ വളരെ സൂക്ഷ്മമായി സാവകാശം അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് ആലോചിച്ച് ഒരു ഗ്ലാസ് വെള്ളം നമ്മളൊന്ന് കുടിക്കുക. ആ വെള്ളം എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയലിനെ കുറിച്ച് എത്ര പ്രത്യേകിച്ച് ഒരു നിറമില്ലാത്ത, മണമില്ലാത്ത, നമുക്ക് ശുദ്ധീകരിക്കാനും കുടിക്കാനും ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളം, അത് വളരെ യുണീക്ക്. അതുപോലെ മറ്റൊന്നും ലോകത്ത് വേറെ ഒരു മെറ്റീരിയലും ഇല്ല. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് അതിലൊരു കൗതുകം, ഒരു അതിശയം ഫീൽ ചെയ്യാത്തത്? വെള്ളത്തിന്റെ ലഭ്യത വളരെ കൂടുതലാണ്. നമ്മളത് ചെറുപ്പം മുതലേ കാണുന്നുണ്ട്. ഇപ്പോൾ ജനിച്ചൊരു കുട്ടി, ആ കുട്ടി ലോകത്ത് ഓരോ സംഗതികൾ കാണുമ്പോഴും കുട്ടിക്ക് അതിശയം വരും. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഭാഗത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ, ഇതെന്താണ്, അതെന്താണ്. ഓരോന്നും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓരോ മുഅ്ജിസത്താണ്. പക്ഷെ ക്രമേണ ആ അത്ഭുതം ഇല്ലാതാവും. കാരണം അവന് വീണ്ടും വീണ്ടും അത് എന്ത് ചെയ്യുന്നു? അനുഭവിക്കുന്നു. 2 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സൊക്കെ എത്തുമ്പോൾ മഴയെക്കുറിച്ച് അവന്റെ അതിശയം ഇല്ലാതാവും. കാരണം മഴ അവൻ ഒരുപാട് അനുഭവിച്ചതാണ്, അല്ലെ? ഓരോ മനുഷ്യനും ജന്മമെടുക്കുന്നത് വളരെ നേരിയ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ്. ഇത് അത്ഭുതമാണല്ലോ. ലോകത്ത് എല്ലാവരും അങ്ങനെയാണ് ജന്മമെടുക്കുന്നത്. അപ്പോൾ അത്ഭുതം ഒരുപാട് ആളുകളിൽ സംഭവിക്കുന്നുണ്ട് എന്നതുകൊണ്ട് അത്ഭുതം അല്ലാതെ മാറുന്നില്ല. പക്ഷേ നമുക്കത് ഒരു അത്ഭുതമായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം വളരെ സ്വാഭാവികമാണ്. വിശ്വസിക്കുന്നവരും ലോകത്തെല്ലാവരും, ലോകത്തിന്റെ ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റം തന്നെ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിചയം, നമ്മുടെ എക്സ്പീരിയൻസ്, ഈ സംഗതികളോടൊക്കെ കണക്റ്റഡ് ആണ് ഈ അതിശയം തോന്നുക, അത്ഭുതം തോന്നുക എന്ന് പറയുന്ന സംഗതികൾ. അപ്പോൾ ഒരു വിഷയത്തിൽ അത്ഭുതം തോന്നി, അതിശയം തോന്നി എന്നതുകൊണ്ട് അതിനൊരിക്കലും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിഷേധിക്കേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും, ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരുടെ മുഅ്ജിസത്തും
അത് സ്വാലിഹ് നബി പാറക്കൂട്ടത്തിൽ നിന്ന് ഒട്ടകത്തെ കൊണ്ടുവന്നു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വടി അത് സർപ്പമായിട്ട് മാറാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവിരലുകളിലൂടെ വെള്ളം വന്ന സംഭവം, ഇതെല്ലാം എന്താണ്, നമ്മുടെ കസ്റ്റംസിനോട് എതിരാണ്. അതേസമയം ഒരു ലോജിക്കലി ഫാലസി എന്ന് വിളിക്കാവുന്ന ഒരു സംഗതി, അല്ലെങ്കിൽ പരസ്പരം കോൺട്രാഡിക്ടറി ആയ രണ്ട് സംഗതികളെ ഒരു പ്രവാചകൻ എന്ത് ചെയ്യുക, ഒരു സമയത്ത് കൊണ്ടുവരിക? അങ്ങനെ ഒരു മുഴുവത്ത് ഉണ്ടാവില്ല, ഉണ്ടാവാൻ പാടില്ല, കാരണം അത് ഇമ്പോസിബിൾ ആണ്. അപ്പൊ ഇത് മനസ്സിലാക്കുന്നതോടെ കൊസാലിറ്റിയുമായി ബന്ധപ്പെട്ട ഒക്കേഷനലിസം, അസബബുൽ മുഅസ്സിർ ഹുവ അല്ലാഹു തആല, എല്ലാ സംഗതികളുടെയും പിറകിലെ സബബ് അള്ളാഹുവാണ്. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സബബിനെ റിവീൽ ചെയ്യാനും അതിനെ റിമൂവ് ചെയ്യാനും അള്ളാഹുവിന് സാധ്യമാണ്. സബബ് ഉണ്ടാവും, കോസ് ഇല്ലാതിരിക്കാം, സബബേ ഇല്ലാതിരിക്കാം, പക്ഷെ എന്ത് സംഭവിക്കും? കോസ് സംഭവിക്കും. ഇപ്പോൾ സൂറത്ത് മറിയമിൽ നമുക്ക് കാണാലോ, മറിയം ബീവിക്ക് അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും സാന്നിധ്യം ഉണ്ടാകുമ്പോഴാണ് ഒരു കുഞ്ഞ് ജനിക്കുക. എന്നാൽ ഈ ഒരു നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന ഈ ഒരു രീതി അള്ളാഹു ബ്രേക്ക് ചെയ്യണം, അല്ലെ? മറിയം ബീവിക്ക് അള്ളാഹു ഈസ നബിയെ ഒരു മകനായിട്ട് നൽകുന്നു. എന്നാൽ അതേ സൂറത്ത് മറിയമിൽ നമുക്ക് കാണാം, വഹുസ്സി ഇലൈക്കി ബിജിദിഇൻ നഖ്ലത്തി തുസാഖിത് അലൈക്കി റുതബൻ ജനിയ, ആ ഈന്തപ്പന മരം കുലുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അത് കുലുക്കി കഴിഞ്ഞാൽ ഈത്തപ്പഴം വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു പുരുഷന്റെ സഹായം ഇല്ലാതെ ഗർഭം അള്ളാഹു നൽകുന്നുണ്ട്. അള്ളാഹുവിന് ഈത്തപ്പഴം താഴെ വീഴ്ത്തുക എന്നുള്ളത് ഒരു പ്രശ്നമല്ല, പക്ഷെ അള്ളാഹിന്റെ ഒരു രീതിയാണിത്. ഇതും രണ്ടും അള്ളാഹുവിന്റെ രീതിയാണ്. അതുകൊണ്ട് നമുക്ക് പരിചയമില്ലാത്ത ഒന്നാമത്തെ രീതി കാണുമ്പോൾ ഒരു അത്ഭുതം തോന്നും, അത്രേ ഇതിലുള്ളൂ. അതുകൊണ്ട് ആ അത്ഭുതം നിഷേധിക്കുന്നതിലേക്ക്, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല, അത് ഉണ്ടാവരുത് എന്ന നിഷേധത്തിലേക്ക് ഒരിക്കലും പോകരുത്. അങ്ങനെ പോകുമ്പോഴാണ് അതിന് സയന്റിഫിക്കായ ജസ്റ്റിഫിക്കേഷൻ വേണ്ടത്. അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നത്, ആ മുഅ്ജിസത്ത് തന്നെ സ്കിപ്പ് ചെയ്യേണ്ടി വരുന്നതൊക്കെ അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അതെല്ലാം മാറ്റി നിർത്തിയാൽ, ഗൈബിയായ ഇത്തരം സംഗതികളൊക്കെ മാറ്റി നിർത്തിയാൽ, ഒരു വരണ്ട, നേരത്തെ പറഞ്ഞതുപോലെ ഒരു വരണ്ട, ഒരു നനവില്ലാത്ത ഒരു പ്രവാചക ആഖ്യാനങ്ങളായിട്ട് ഇത്തരം വർക്കുകളൊക്കെ മാറും. തീർച്ചയായിട്ടും അത് മാറിയിട്ടുമുണ്ട്. അപ്പൊ അത് വായിക്കുന്ന സമയത്ത് വളരെ കോൺഷ്യസ് ആയിരിക്കണം എന്നാണ് ബന്ധപ്പെട്ട് പറയാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട്, 40-ാം വയസ്സിലാണ് തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നത്. പക്ഷെ അതിനു മുമ്പേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദ് ആയിരുന്നു എന്ന് പറയുന്നു, സ്തുതിക്കപ്പെട്ടവനായിരുന്നു ജനങ്ങളുടെ നാവുകളിലൂടെ ഒക്കെ ആയിട്ട്. അപ്പം ഈ ഒരു ഹഖീഖ മുഹമ്മദിയ എന്താണ് എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകൾ വരലുണ്ട്. അതായത് റിസാലത്തിനും അപ്പുറം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു മുഹമ്മദിയത്ത് എന്തായിരുന്നു? മുഹമ്മദിയത്ത് എന്ന് പറയുന്നത് അത് സവിശേഷമായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പദവിയാണ്. കിതാബുകളിൽ അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ എന്ന ടെക്നിക്കൽ പദം ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ ചർച്ചകൾ നടക്കാറുള്ളത്. യഥാർത്ഥത്തിൽ അതൊരു രഹസ്യമാണ്. അഥവാ അത് മനസ്സിലാക്കാനും അറിയാനും തീർച്ചയായിട്ടും പരിമിതികൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് സംസാരിച്ചവരൊക്കെ ഒരുപാട് പറഞ്ഞ് അവസാനം പലരും പറഞ്ഞു വെച്ചത്, ഇത് നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, മനസ്സിലാക്കാൻ കഴിയൂല. അപ്പൊ അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ പറയാൻ കഴിയുള്ളൂ. ഇപ്പൊ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഫമബ്ലഗുൽ ഇൽമി ഫീ അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി. അഥവാ ഒരു മനുഷ്യനാണ്, എന്നാൽ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യൻ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഔസാഫുഹു മാ യൻതഹി തഅദാദുഹ. നബി തങ്ങളുടെ വിശേഷണങ്ങൾ എത്ര പറഞ്ഞാലും, ഒരുപാട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയാണ്, എത്ര പറഞ്ഞാലും അതൊരു പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ ഒരിക്കലും കഴിയില്ല. ബാലഗൽ മുദ്ദാഹു ഫി ഔസാഫിഹി ഫമാ ബലഗ ബാലിഗുൻ മിഅ്ശാറ മാ എന്ന് പറഞ്ഞ് അല്ലഫുൽ അലിഫിൽ നമുക്ക് ഒരിക്കൽ കാണാൻ കഴിയും. അവ എത്ര തന്നെ പറഞ്ഞാലും മുബാലഗ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്നുകൊണ്ട് അഥവാ മാക്സിമം പറഞ്ഞാൽ പോലും അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ, അപ്പൊ അങ്ങനെയുള്ള ഒരു സവിശേഷമായ ഒരു രഹസ്യം, ഒരു പദവിയാണ് യഥാർത്ഥത്തിൽ മുഹമ്മദിയത്ത്. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഇപ്പൊ ഖുറാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഹ്മദ് എന്ന ഒരു സ്ഥലത്ത് വിശേഷിപ്പിച്ചിട്ടുണ്ട്. വഇദ ഖാല ഈസ ഇബ്നു മറിയം, ഒരു റസൂല് വരുന്നു അല്ലെ എന്ന് പറഞ്ഞ്, ഇസ്മുഹു അഹ്മദ് യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് എന്ന് പറയുന്നത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് റസൂൽ തങ്ങളുടെ പേരായിട്ട് അള്ളാഹു പറയുന്നത് അഹ്മദാണ്. പിന്നീട് മുഹമ്മദ് എന്നുള്ള പേരിൽ തന്നെ 4 സ്ഥലങ്ങളിലാണെന്ന് തോന്നുന്നു
അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറയുന്നുണ്ട്, നബി തങ്ങളെ മുഹമ്മദ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ഈ അഹ്മദ് എന്ന് പറയുന്നത് നമുക്കറിയാം, അറബിയിൽ അഹ്മദ് എന്ന് പറയുന്നത് അഫ്ളൽ തഫ്ളീലിന്റെ സീഗയാണല്ലോ, ഏറ്റവും സ്തുതിക്കുന്നവൻ. അഥവാ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് അള്ളാഹുവിനെ ഏറ്റവും സ്തുതിക്കുന്നവൻ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്നാണ് അതിന്റെ പൊരുള്. കാരണം അവ്വലുൽ ഖൽഖ് അത് ആരാണ്? റസൂലാണ്. റസൂലിന്റെ നൂറാണല്ലോ ആദ്യത്തെ പ്രകാശം. ലോകത്തെ എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ എന്ത് ചെയ്യുന്നുണ്ട്? സ്തുതിക്കുന്നുണ്ട്, തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. തുസബ്ബിഹു ലഹു സ്സമാവാതു സബ്ഉ വൽ അർളു വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹു. അപ്പോൾ ലോകത്തുള്ള എല്ലാ സമാവാത്ത്, അർള് എല്ലാവരും അള്ളാഹുവിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ അവരെല്ലാം ഹാമിദയാവുന്നുള്ളൂ. ഏത് പദവിയിലേക്ക് അവരെത്തുന്നില്ല? അഹ്മദ് എന്നുള്ള പദവിയിലേക്ക് അവരെത്തുന്നില്ല. കാരണം ഈ ഖൽഖിന്റെ എല്ലാം സബബ്, ഇതിന്റെ എല്ലാം മുൻപ് അള്ളാഹു സൃഷ്ടിച്ച പ്രകാശം അള്ളാഹുവിന്റെ റസൂലിന്റെ നൂറാണ്. അന്ന് മുതലേ അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഹംദ് അള്ളാഹുവിന് ചെയ്തുകൊണ്ടിരിക്കുന്നു. മലായിക്കത്ത് പോലും. ഇപ്പൊ മലായിക്കത്തിനെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, നഹ്നു നുസബ്ബിഹു ബിഹംദിക് വനുഖദ്ദിസു ലക്. അള്ളാഹുവെ നിനക്ക് ഞങ്ങൾ തസ്ബീഹും തഖ്ദീസും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ മലായിക്കത്തും ഹംദും തസ്ബീഹും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവരെല്ലാം ഹാമിദയാവുന്നുള്ളൂ. അപ്പൊ അഹ്മദ് എന്ന് പറയുന്ന വളരെ സവിശേഷമായ, അതിൽ നമുക്ക് റോളില്ല. അത് റസൂലുള്ളാഹി തങ്ങളുടെ അഹ്മദിയത്ത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഹംദ് ചെയ്യുന്ന. ഈ മുഹമ്മദീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, മുഹമ്മദ് എന്ന് പറയുന്ന പദം, അറബിയിലുള്ള ആ പദം അഹഖു അൻ യുഹ്മദ്, അഥവാ പ്രശംസിക്കപ്പെടാൻ, സ്തുതിക്കപ്പെടാൻ ഏറ്റവും അർഹൻ. മലയാളത്തിൽ സ്തുതിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞൊരു ശീർഷകം ഉണ്ടല്ലോ. അപ്പൊ ഏറ്റവും മുഹമ്മദൻ സമ്മൗ നബിയ്യൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദ്. അഥവാ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ നബി മുഹമ്മദാണ്, സ്തുതിക്കപ്പെടേണ്ടവനാണ്, സ്തുതിക്കപ്പെട്ടവനാണ്. അള്ളാഹു നബി തങ്ങളെ പ്രശംസിച്ചിട്ടുണ്ട്, മലായിക്കത്ത് പ്രശംസിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു. ഖുർആൻ അള്ളാഹു തന്നെ നമ്മോട് പറഞ്ഞതാണ്. ഇപ്പോ ഈ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ അള്ളാഹു മലക്കുകളോട് എന്ത് ചെയ്തു? കൽപ്പിച്ചു. പക്ഷെ അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല? സുജൂദ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അള്ളാഹ് കൽപ്പിച്ചു, മലായിക്കത്ത് സുജൂദ് ചെയ്തു, പിന്നെ അവിടെയുള്ള സംഗതികളൊക്കെ നടന്നു, ഇബ്ലീസ് വിഷയങ്ങളൊക്കെ നടന്നു. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ സംഭവിക്കുന്നത് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലം. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ എന്താ പറയാ, നമ്മളോട് വളരെ അടുത്ത് നിൽക്കുന്ന അള്ളാഹുവിന്റെ സവിശേഷമായ ഒരു സൃഷ്ടിയാണ് റസൂൽ. അത് പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത്, മനസ്സിലാവുന്നത്. അപ്പൊ ഈ ഒരു മുഹമ്മദീയത്തിനോട് നമുക്ക് ചില ബാധ്യതകളുണ്ട്. നേരത്തെ പറഞ്ഞ അഹ്മദ് എന്നതിനോട് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാല്ല. അതേസമയം അള്ളാഹിന്റെ റസൂലിനെ എന്താക്കുക? വീണ്ടും വീണ്ടും മുഹമ്മദ് ആക്കിക്കൊണ്ടേയിരിക്കുക, പ്രശംസിച്ചു കൊണ്ടേയിരിക്കുക. അതിൻ്റെ പ്രതിഫലനങ്ങളാണ്, പിന്നെ രൂപങ്ങളാണ് നമ്മൾ നടത്തുന്ന മദ്ഹ്, മൗലിദുകള്, പ്രവാചക പ്രകീർത്തന സദസ്സുകൾ. ഇതെല്ലാം ഈ മുഹമ്മദീയത്തിനോടുള്ള ബാധ്യതകൾ, ഹക്ക് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സ്വഹാബത്ത് ചെയ്തത്. കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു, ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ഇവർക്ക് പ്രത്യേകമായിട്ട് നബി മദ്ഹ് ചെയ്യാൻ വേണ്ടി മാത്രം നബി എന്ത് ചെയ്യുന്നു? മിമ്പർ ഉണ്ടായി കൊടുക്കുന്നു, സമ്മാനങ്ങൾ കൊടുക്കുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് സ്വഹാബത്ത് അഥവാ നബി തങ്ങളെ കണ്ട ആളുകൾ, നബി തങ്ങളെ കാണുമ്പോൾ അത് അവരുടെ കൽബിന് നിറയും. പിൽക്കാലക്കാർക്ക് അതിന് അവസരം ഉണ്ടായില്ല. അപ്പോൾ ആ മിസ്സിങ് ഇല്ലാതാക്കാൻ വാക്കുകളിലൂടെ ശ്രമം നടക്കും. നബിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ചില സ്വഹാബത്തിന്റെ അടുത്തേക്കൊക്കെ താബിയകൾ വരും, എന്നിട്ട് ചോദിക്കും നബിയെ കുറിച്ചൊന്ന് പറഞ്ഞു തരും. അപ്പോൾ നബിയെക്കുറിച്ച് അവരിങ്ങനെ കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ വലിയ ഈമാനികമായ ആവേശം വരും, നബിയോട് മഹബത്ത് ഉണ്ടാവും. അങ്ങനെ ഓരോ കാലങ്ങളും ഇങ്ങനെ തുടർന്ന് വരുമ്പോൾ അതിൻ്റെ പല രൂപങ്ങൾ എല്ലായിടത്തും മദ്ഹിന്റെ പല രൂപങ്ങളായിട്ട് എന്ത് ചെയ്തു? വ്യാപിച്ചു എന്നുള്ള. അപ്പം നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രവാചക മദ്ഹിന്റെ സദസ്സുകൾ, ഇഷ്ക് മജ്ലിസുകൾ, ഒരർത്ഥത്തിൽ ഇതെല്ലാം ഈ മുഹമ്മദീയത്തിന്റെ ഹക്ക് വീട്ടുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം അതാണ് മുഹമ്മദീയത്ത് കൊണ്ടത്. വളരെ ചെറിയ രൂപത്തിൽ നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അങ്ങനെയാണ് നമ്മളതിനെ കാണേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്ഹ് ചെയ്യണതിനെ കുറിച്ചും മറ്റൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളെ നാട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നബിദിനം അല്ലെങ്കിൽ റബീഉൽ അവ്വൽ ആകുമ്പോൾ ഇവിടെ ഒരു പ്രത്യേക
എന്താ പറയുക, അതിനൊരു വരവേൽക്കലും അതുപോലെ തന്നെ മൗലിദ് സദസ്സുകൾ സജീവമാകുക, അതുപോലെ തന്നെ നബിദിനത്തോടനുബന്ധിച്ച്, അതായത് റബീഉൽ അവ്വൽ 12-നോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ, ഘോഷയാത്ര, അങ്ങനെ ഒരു പ്രത്യേക ഒരു കൾച്ചർ അവിടെ ഉണ്ടല്ലോ. പലപ്പോഴും ഇപ്പം ഒരുപാട് ആളുകൾ അതിന്റെ ലെജിറ്റിമസിയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടൊക്കെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റബീഉൽ അവ്വലിനെ തഖ്സീസ് ചെയ്യുക, അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിനെ സ്പെസിഫൈ ചെയ്യുക, അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉള്ള അതിന്റെ ആ ഒരു ലെജിറ്റിമസി എന്താണ്? ഒന്നാമതായിട്ട് നമ്മൾ നമ്മുടെ നാട്ടിലുള്ള എന്നാണ് ഇപ്പോൾ റബിയ ചോദിച്ചത്. അവിടെ ഒരു ചെറിയ ഒരു കാര്യം നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടക്കുന്ന കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും ചോദ്യം പ്രസക്തമാണ്. പക്ഷെ അത് കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളതല്ല യഥാർത്ഥ ചോദ്യം. അഥവാ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും റബീഉൽ അവ്വൽ 12-ന്, റബീഉൽ അവ്വൽ മാസം മൊത്തത്തിൽ ഒക്കെ പല ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ തുർക്കിയിൽ കുറച്ചു കാലം മുമ്പ് വരെ ഉണ്ടായിരുന്ന രീതി, അഥവാ അത്താതുർക്കിൻ്റെ ഒക്കെ ശേഷം തന്നെ, അത്താതുർക്കിൻ്റെ ശേഷം ഉറുദുഗാനും മറ്റൊക്കെ ഉള്ള സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു രീതി, ഏപ്രിൽ മാസത്തിൽ ഒരാഴ്ച ലീവ് ഉണ്ടാവും. റബീഉൽ അവ്വലിലും ഈ 12 വരുന്ന ഒരാഴ്ചയും ലീവ് ഉണ്ടാവും. രണ്ടു നബിദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം നബി ഏപ്രിൽ മാസമാണ് ജനിച്ചത് എന്നാണല്ലോ പറയാറുള്ളത്. അപ്പോൾ അവിടെ ഒരു മാസം ഒരാഴ്ച കൊടുക്കുക. പിന്നീട് അവിടെയുള്ള ചില മുസ്ലിം സംഘടനകൾ എന്ത് ചെയ്തു, അത് വേണ്ട, നമുക്ക് റബീഉൽ അവ്വലിൽ പരിമിതപ്പെടുത്താം എന്ന് പറഞ്ഞ് ഇപ്പം നിലവിൽ അങ്ങനെ റബീഉൽ അവ്വലിൽ മാത്രം പരിമിതപ്പെട്ടുകൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ റഷ്യയിലുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. ഇപ്പോൾ നബിദിനാഘോഷം ലോകരാഷ്ട്രങ്ങളിൽ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം, അറബിയിലുള്ള പുസ്തകമായിരുന്നു, അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റഡ് ആണ്, എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാണ്. ഇനി എന്താണ് അതിൻ്റെ ലെജിറ്റിമസി എന്നതിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം നബിദിനാഘോഷം അല്ലെങ്കിൽ മൗലിദ് സദസ്സുകൾ എന്നൊക്കെ പറയുന്നത് വളരെ സ്വാഭാവികമാണ്. നമ്മൾ റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രമാണോ മൗലിദ് ഓതുന്നത്? ഒരിക്കലും അല്ല. മരണ വീടുകളിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹുകൾ, അഥവാ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ നബിയുടെ ജന്മത്തെക്കുറിച്ച് സംസാരിക്കും, നബിയുടെ വിശേഷണങ്ങൾ സംസാരിക്കും. ഒരു വീട് പുതുതായിട്ട് ഒരു വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ മൗലിദ് ഉണ്ടാവും. ഒരു യാത്ര പോവുകയാണെങ്കിൽ ആ മജ്‌ലിസിൽ, അഥവാ ജീവിതത്തിൻ്റെ ഓരോ മൊമെന്റിലും നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിനോട് നമ്മൾ വളരെ കണക്റ്റഡ് ആണ്. അപ്പോൾ റബീഉൽ അവ്വലിലേക്ക് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ റബീഉൽ അവ്വൽ 12-ന് പ്രത്യേകമായിട്ട് മൗലിദ് ഓതുന്നുണ്ട്. തീർച്ചയായിട്ടും സുബഹയുടെ മുമ്പ് പ്രത്യേകമായ പിന്നെ രീതിയിൽ ആളുകളൊക്കെ ഒരുമിച്ച് കൂടി ഒരു രീതി തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു അമലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റബീഉൽ അവ്വൽ 11-ന് അത് ചെയ്തിരുന്നുവെങ്കിൽ അത് അദാ ആകുമായിരുന്നില്ല. റബീഉൽ അവ്വൽ 13-ന് അത് ചെയ്യുമ്പോൾ അത് ഖളാ ആയി. ഇങ്ങനെയുള്ള ഒരു മറ്റുള്ള മുവഖത്തായ അമലുകളൊക്കെ പോലെയുള്ള ഒരു അമലായിട്ട് നമ്മൾ ഇതിനെ കാണുന്നില്ല. അതേസമയം അപ്പം 12-നൊരു പ്രത്യേകത ഒന്നും ഇല്ലേ? അത് വളരെ സാധാരണ ഉള്ള പോലെ ദിവസമാണോ? ഒരിക്കലും അല്ല. 12-ന് തീർച്ചയായിട്ടും പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ റബീഇന്റെ ബർത്ത്ഡേ 9-ാം തീയതി, നവംബർ 9 എന്ന് സങ്കല്പിക്കാം. ഈ നവംബർ 9-ന് നവംബർ 8-നേക്കാളും നവംബർ 10-നേക്കാളും ഒരു റൂഹിയായ, ഒരു ആത്തിഫിയായ, ഒരു വൈകാരികമായ ബന്ധം റബീഇന് തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അത് നമ്മുടെ ജന്മദിനത്തിന്റെ അന്നത്തെ ഒരു ഇതാണ്, സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അല്ലേ? അപ്പോൾ സ്വാഭാവികമായും ആ ഒരു ആത്തിഫിയായ, റൂഹിയായ ബന്ധം അത് എന്താ പറയുക, അത് ഹൃദയത്തിൻ്റെ ഒരു ആവിഷ്കാരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് സംഭവിക്കും. അപ്പോൾ അതാണ് റബീഉൽ അവ്വലിലും 12-ലും ഒക്കെ നമ്മളുടെ ഇടയിൽ നിന്ന് ഉണ്ടാവുന്ന ഇത്തരം പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് നമ്മൾ അതിനങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന് മാത്രമല്ല, ഈ വാർഷികങ്ങൾ വരുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം, അതിന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ തന്നെ നമുക്ക് മാതൃകകളുണ്ട്. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔനിനോട് പടവെട്ടി വിജയിച്ചതിൻ്റെ സന്തോഷ പ്രകടനം, അതിൻ്റെ ഭാഗമായിട്ടാണ് മുഹറം 9-ന് നോമ്പ് എന്ത് ചെയ്യുന്നത്, സുന്നത്താക്കപ്പെടുന്നത്. തിങ്കളാഴ്ചയുടെ പ്രത്യേകതയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു. മറുപടി എന്തായിരുന്നു? ഫീഹി ഖുലിഖ്തു, അന്നാണ് ഞാൻ ജനിച്ചത്, എന്നെ സൃഷ്ടിക്കപ്പെട്ടത്. അത് നബി തങ്ങൾ ജനിച്ച തിങ്കളാഴ്ചയുടെ മാത്രം പ്രത്യേകത അല്ലല്ലോ. എല്ലാ തിങ്കളാഴ്ചകളിലും നോമ്പ് എന്താണ്, സുന്നത്താണ്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ ഈ ഒരു മറുപടിയിൽ നിന്നൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇനി എന്നാൽ എന്തുകൊണ്ട് നബി അത് ചെയ്തില്ല? നബി അത് ചെയ്തോ?
അല്ലെങ്കിൽ സ്വഹാബത്ത് ചെയ്തോ? ഇതാണ് ചിലപ്പോഴൊക്കെ വരാറുള്ള ചില ചോദ്യങ്ങൾ. ഇത് നമ്മൾ ഒന്ന് ഉസൂലിയായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അഥവാ തർക്കുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ദലീലൻ അല ഹുർമത്തി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ഉപേക്ഷിച്ചു എന്നത് അത് ഹറാമാണ് എന്നതിന് എന്തല്ല, തെളിവല്ല. അത് മാത്രം നബി ഉപേക്ഷിച്ചു എന്നതുകൊണ്ടൊരു കാര്യം ഒരിക്കലും ദീനിൽ എന്താവില്ല, ഹറാമാവില്ല. അതിന് ഹറാമാവണമെങ്കിൽ വേറെ ചില തെളിവുകൾ വരണം. ഇത് ഒന്നുകൂടെ സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കിയാൽ തത്വത്തിൽ നബി അത് അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഇതാണ് പ്രധാനം. അതിൻ്റെ ഓരോ പ്രായോഗികമായ ഓരോ രീതിയും നബി ചെയ്തോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം വരുന്നില്ല. അത് ഈ വിഷയത്തിലല്ല, എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പോഡ്കാസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരുപാട് രീതികളുണ്ട്. നമ്മളിവിടുത്തെ 10 വർഷം 12 വർഷം ഓരോ കോഴ്സുകൾ, 1ാം ക്ലാസ് പാസ്സാവുന്നു, എക്സാം കഴിയുന്നു, ഫസ്റ്റ് സെമസ്റ്റർ, ഈ സിസ്റ്റങ്ങളെല്ലാം എന്തെല്ലാം മാറ്റങ്ങൾ, മതപരമായ മാറ്റങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. ദഅവത്ത്, പ്രബോധന മേഖലയിൽ നമ്മൾ പുതിയ ഡിവൈസുകൾ ഉപയോഗിച്ച് പ്രബോധനങ്ങൾ നിർവഹിക്കുന്നുണ്ട്. പ്രബോധനത്തിന്റെ ഭാഗമായിട്ട് പലതും ചെയ്യുന്നുണ്ട്. ഇതെല്ലാവരും ചെയ്യുന്നുണ്ട്. നബിദിനം ആഘോഷിക്കുന്നവരും ആഘോഷിക്കാത്തവരും എല്ലാവരും ഇത്തരം സംവിധാനങ്ങളെ, രീതികളെ, പ്രായോഗിക വശങ്ങളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം നബി ഇതുപോലെ ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ ചെയ്തിട്ടില്ല എന്ന മറുപടി. പക്ഷെ അതുകൊണ്ട് ഇതാരും ഉപേക്ഷിക്കുന്നൊന്നുമില്ല. പക്ഷെ ഈ ഒരു പ്രശ്നം നബിദിനാഘോഷത്തിന്റെ കേസിൽ മാത്രം വരുന്നു എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അത് വെച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നബി തങ്ങളോടുള്ള എന്തോ ഒരു സ്നേഹത്തിന്റെ ഒരു കുറവ് പോലെ നമുക്ക് ഫീൽ ചെയ്യാണ്. അപ്പോൾ ചുരുക്കത്തിൽ പോഡ്കാസ്റ്റ് നബി സംഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നെഷ്റുൽ ഇൽമ്, ഇൽമിന്റെ പ്രചരണം, അത് അള്ളാഹുവിന്റെ റസൂൽ സമ്മതിച്ചതും അതിനുവേണ്ടി ജീവിക്കണം, അതിനുവേണ്ടി നിങ്ങൾ ഏതറ്റം വരെയും പോകണം എന്ന് നബി തങ്ങളുടെ കൽപ്പന ഉള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ വിവിധ വഴികളെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇങ്ങനെ മദ്ഹ് പറയുക, നബി തങ്ങളെ പ്രശംസിക്കുക. നോക്കുമ്പോൾ നമ്മൾ നബിദിനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താ? ഒന്ന് മൗലിദാണ്. മൗലിദ് നബി തങ്ങളുടെ മദ്ഹാണ്. കുട്ടികൾ സ്റ്റേജിൽ വന്നുകൊണ്ട് പാട്ട് പാടുന്നു, നബി തങ്ങളുടെ മദ്ഹാണ്. അത് പാട്ടായതുകൊണ്ട് പായസം കുടിക്കുന്നു, സന്തോഷ പ്രകടനമാണ്. തോരണങ്ങൾ കെട്ടുന്നു, റാലി നടത്തുന്നു. ഇങ്ങനെ ഓരോ സ്പെസിഫിക്കായി ഓരോ വിഷയത്തിലേക്ക് പോയാൽ എന്താണ് ഇതിലൊക്കെ പ്രശ്നങ്ങൾ? ഇതൊക്കെ നമ്മൾ മറ്റു മേഖലകളിൽ ചെയ്യുന്ന തത്വത്തിൽ അള്ളാഹുവും റസൂലും അംഗീകരിച്ച കാര്യങ്ങളുടെ വിവിധ പ്രായോഗിക തലങ്ങൾ മാത്രമാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട അഭിപ്രായ പ്രകാരം റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ദിവസം കൂടെ അല്ലേ? അപ്പോൾ നമുക്കതിൽ സങ്കടമല്ലേ ഉണ്ടാവേണ്ടത് എന്ന് ചിലപ്പോഴൊക്കെ ചോദ്യം വരാറുണ്ട്. ഒന്ന് സങ്കടം മനുഷ്യന് വരും. പക്ഷെ മതപരമായിട്ട് ദുഃഖം ആചരിക്കുക, ഇപ്പൊ തഅസിയത്തിന് വേണ്ടിയിട്ട് 3 ദിവസമാണ് നമുക്ക് മതപരമായിട്ട്. അതിനുശേഷം ദുഃഖം ഉണ്ടാവും, 4ാമത്തെ ദിവസം 5ാമത്തെ ദിവസമൊക്കെ ദുഃഖം ഉണ്ടാവും. പക്ഷെ അത് പ്രകടിപ്പിക്കണമെന്നോ അതിന് പ്രത്യേകമായ ഒരു തഅസിയത്തിന്റെ ഒരു ഒരു പ്രത്യേകമായ ഒരു പുണ്യമായ കർമ്മമായിട്ട് ഇസ്ലാം ഒരിക്കലും അതിനെ കാണുന്നില്ല. പിന്നെ മാത്രമല്ല, നമ്മുടെ നബിദിനാഘോഷം എന്ന് പറഞ്ഞാൽ അത് ആഘോഷം എന്നൊക്കെ നമ്മൾ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അത് ആ ആഘോഷം എന്ന് പറയുന്നത് കുറച്ചുകൂടെ നമ്മൾ സൂക്ഷ്മമായിട്ട് അതിന് മനസ്സിലാക്കണം. ഇപ്പോൾ നബി തങ്ങളുടെ വഫാത്തിനെ കുറിച്ച് അന്ന് ആഘോഷത്തിന്റെ ഇടയിൽ ഒരു കുട്ടി പാട്ട് പാടും അല്ലേ? വഫാത്തിന്റെ നേരത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആരംഭ പൂവായ അങ്ങനെ. അപ്പൊ ഈ റസൂലിനെ ആഘോഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മറ്റുള്ള ആഘോഷങ്ങളെ പോലൊന്നും അല്ല ശരിക്കത്. അത് റസൂലിന്റെ ജീവിതം പറയും, റസൂലിന്റെ വഫാത്ത് പറയും. അതൊക്കെ പറഞ്ഞ് നബി തങ്ങളെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക, നബിയോട് ഒരു മഹബത്ത് വരിക. നബി തങ്ങളുടെ നമ്മൾ 1ാം ക്ലാസ് ചെറിയ കുട്ടികൾക്ക് മുതൽ നബി തങ്ങളുടെ ഉമ്മയുടെ പേര്, ഉപ്പയുടെ പേര്, ഇങ്ങനെ അഥവാ അത് കഴിയുമ്പോഴേക്ക് അതിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ എൻഗേജ് ആയി മുന്നോട്ട് പോകുമ്പോൾ അവന്റെ കൽബിൽ മഹബത്ത് ഹൃദയത്തിലാണ് ഉണ്ടാവേണ്ടത്. മഹബത്ത് സൂക്ഷിക്കാനുള്ള സ്പേസ് ഹൃദയമാണ്. ഹൃദയം വർക്ക് ചെയ്ത് തുടങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും ഇത്തരം സദസ്സുകളിലൂടെ അത് സംഭവിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലേത് മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഈ സംഗതികളുടെ ഒക്കെ ഒരു ലെജിറ്റിമസി ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരർത്ഥത്തിൽ എന്താണ്? മുഹമ്മദീയത്തിന്റെ ഹക്ക് നമ്മൾ വീട്ടിക്കൊണ്ടിരിക്കുക കൂടെയാണ്. അപ്പൊ ഇതാണ് എന്നാൽ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും മതത്തിൽ പാടില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ആഘോഷം എന്നുള്ള പേരിൽ കടന്നുകൂടാൻ പാടില്ല. മുഹറമാത്ത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല.
ആ നബിദിനാഘോഷമല്ലേ, നബിദിനല്ലേ, അന്നെല്ലാം അനുവദനീയം. അന്ന് സ്ത്രീ പുരുഷ സങ്കലനം അല്ലെങ്കിൽ പാടില്ലാത്ത മതം നിഷിദ്ധമാക്കിയ കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പാടില്ല. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇതിലും സംഭവിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ അത് നബിദിനാഘോഷത്തിന്റെ പേരിലാണെങ്കിൽ ഇത് കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു അതിവാദത്തിലേക്ക് പോകേണ്ട ഒരു കാര്യം ഇല്ല. ഈ ഒരു സ്റ്റാൻഡാണ് ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും. ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിലൊക്കെ ഇതിന് വിരുദ്ധമായ കാര്യങ്ങൾ അഭിപ്രായമുള്ള ആളുകളുണ്ട്. ഈ വിഷയത്തിൽ വളരെ പ്രസക്തമായ ഒരു കാര്യം, ഈ നബിദിനാഘോഷം അത് അനുവദനീയം അല്ലെങ്കിൽ അനുവദനീയമല്ല, ഈ രണ്ട് അഭിപ്രായങ്ങളെ ഫുറൂഇയായ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളായി കാണുന്ന, പരസ്പരം ബഹുമാനിക്കുന്ന രണ്ട് അഭിപ്രായങ്ങളായിട്ട് കാണുന്ന ഒരു രീതി പോലും സമീപകാലങ്ങളിൽ കേരളത്തിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും കാണുന്നില്ല. അഥവാ നിങ്ങളത് എന്ത് ചെയ്തോളൂ, ആഘോഷിച്ചോളൂ, ഞങ്ങളത് ആഘോഷിക്കുന്നില്ല, ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നില്ല, നിങ്ങളും പ്രശ്നം ഉണ്ടാക്കുന്നില്ല, ഞങ്ങളുടെ ഒരു മൗഖിഫ് ആഘോഷിക്കണ്ട എന്നാണ്, നിങ്ങളത് ആഘോഷിച്ചോളൂ, കുഴപ്പമില്ല. ഇങ്ങനെയുള്ള ഒരു പരസ്പര ബഹുമാനത്തോടുകൂടെയുള്ള ഒരു രീതിയല്ല പലപ്പോഴും സംഭവിക്കുന്നത്. അത് റബീഉൽ അവ്വൽ ആയിക്കഴിഞ്ഞാൽ ഈ ആഘോഷിക്കുന്നവർക്കെതിരെയുള്ള ഒരുപാട് പോസ്റ്ററുകളെ അല്ലെങ്കിൽ മെസ്സേജുകളെ അതിനെ വലിയ തോതിൽ നിരുത്സാഹപ്പെടുത്താനും അലങ്കോലപ്പെടുത്താനും ഒക്കെ ഉള്ള എന്താ പറയുക ഇന്റലക്ച്വലി ഉള്ള ശ്രമങ്ങൾ ഇതൊക്കെ നടക്കുന്നു എന്നതാണ് വലിയ സങ്കടകരമായ. കാരണം ലോകത്തൊരു പല വിഷയത്തിലും ഖിലാഫില്ലേ. അപ്പൊ ചുരുക്കത്തിൽ നബി തങ്ങളെ ഒരാൾ മദ്ഹ് ചെയ്യുക എന്നുള്ളത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് ഒന്നിച്ചാണ് ഒരാൾക്ക് ഇസ്ലാമിലേക്കുള്ള കടന്നു വരാനുള്ള അത് അംഗീകരിക്കുന്നതോടുകൂടെയാണ് ഒരാൾ ഇസ്ലാമിലേക്ക് എത്തുന്നത്. പലപ്പോഴും അതിൻ്റെ ഒന്നാമത്തെ ഭാഗം നന്നായിട്ട് നമ്മൾ പറയും, ഹൈലൈറ്റ് ചെയ്യും, എല്ലാം ചെയ്യും. തീർച്ചയായിട്ടും അത് ചെയ്യണം. അള്ളാഹുവാണ് എല്ലാം, ഈ റസൂലിനെ നമുക്ക് നൽകിയത് പോലും അള്ളാഹുവാണ്. പക്ഷെ അതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട്, അത് അള്ളാഹു തന്നെ എന്ത് ചെയ്തതാണ്, നമ്മളാരും ചെയ്തതല്ല. അതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു പേടി വേറൊരു തലത്തിലേക്ക് അത് പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അപ്പം ഇതാണ് ഈ ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും നടക്കുന്ന മൗലിദ് ആഘോഷങ്ങളുടെ ലെജിറ്റിമസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം. ഈ നബിദിനത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അന്നത്തെ ആഘോഷത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇതിനെ ഒരു എതിർവശത്തു നിന്ന് വരുന്ന ഒരു പ്രത്യേക ഒരു ക്വസ്റ്റ്യനാണ് അല്ലെങ്കിൽ ഒരു എതിർപ്പാണ് പലപ്പോഴും പറയുന്നത്. മൗലിദുകളിൽ ഒരുപാട് ഒതന്റിക് അല്ലാത്ത കഥകൾ ചേർന്നിട്ടുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ പാരായണം ചെയ്യുന്നത്. അപ്പം അതിലൊരുപാട് പ്രശ്നങ്ങൾ വരുന്നില്ല എന്നുള്ള രീതിയിലൊരു ശബ്ദം വരാറുണ്ട്, ഒരു എതിർപ്പ് വരാറുണ്ട്. അതിനോട് എങ്ങനെ പ്രതികരിക്കും? മൗലിദുകളിലുള്ളത് മദ്ഹാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതിൽ ഖുറാനിക ആയത്തുകളുണ്ട്. ആയത്തുകളുടെ ഒതന്റിസിറ്റി ആർക്കും തർക്കമുണ്ടാവില്ല. പിന്നെ ഹദീസുകളുണ്ട്. ഹദീസുകൾ വാലിഡേറ്റ് ചെയ്യാൻ വളരെ കൃത്യമായ സൂക്ഷ്മമായ മെത്തഡോളജി നമ്മുടെ ഉലമാ വികസിപ്പിച്ച് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇല്ലാത്തൊരു ഹദീസ് ഒരിക്കലും ഒരു മൗലിദിൻ്റെ കിതാബിലും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ ഉറപ്പാവണം അങ്ങനെ ഒരു ഹദീസ് ഇല്ല. അഥവാ നമ്മുടെ ഇസ്നാദ് ട്രഡീഷൻ, നമ്മുടെ ഒരു എന്താ പറയുക ഒരു രീതി എന്ന് പറയുന്നത് ഇൻ കുന്തൻ ആഖിലൻ ഫസിഹ ഔ മുദ്ദഇയൻ ഫദ്ദലീൽ. അഥവാ ഒരു വിഷയം നഖൽ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഉദ്ധരിക്കുകയാണെങ്കിൽ അതിന് ഓതൻറ്റിസിറ്റി നൽകുന്ന ശൃംഖല, ഇത് ആര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞാൽ അത് ആ സനദിലൂടെ അത് തെളിയിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അതേസമയം പുതിയൊരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ അതിന് എൻ്റെ കയ്യിൽ എന്ത് വേണം, തെളിവ് വേണം. ഇതില്ലാതെ നമ്മൾ സ്വീകരിക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ സ്വീകരിക്കില്ല. കാരണം അത് മൻഹജുൽ ബഹ്സ് അല്ല, വളരെ പ്രധാനമാണ്. മൻഹജുൽ ബഹ്സ് ഇന്ദൽ മുസ്ലിമീൻ അല്ലെ, ഷെയ്ഖ് ബൂത്തിയൊക്കെ റഹിമഹുല്ല അവരുടെ ഖുബർലക്കിനിയാത്ത് ആരംഭിക്കുന്നത്, അഥവാ ഇൽമുൽ കലാമിൻ്റെ വിഷയം ചർച്ച ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് മുമ്പ് ചർച്ച ചെയ്യുന്നത് എന്താണ്, മൻഹജുൽ ബഹ്സാണ്. മുസ്ലിങ്ങളുടെ അടുത്തുള്ള മൻഹജുൽ ബഹ്സിൻ്റെ പ്രാധാന്യം. പിന്നീട് മൻഹജുൽ ബഹ്സ് ഇന്ദൽ അറബിയീൻ, വെസ്റ്റിൻ്റെ അടുത്തുള്ള ഈ മൻഹജുൽ ബഹ്സിൻ്റെ റിസർച്ച് മെത്തഡോളജിയുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ കയ്യിൽ ഹദീസുകളെ വാലിഡേറ്റ് ചെയ്യാനുള്ള ഒരു ട്രഡീഷൻ, വളരെ റിച്ചായ ട്രഡീഷൻ. അതുകൊണ്ടാണ് ഈ ഹദീസിനെ എതിർക്കാനൊക്കെ ഉള്ള ആളുകൾ, ഇപ്പോൾ ജോസഫ് ഷാഖ്തിനെ പോലെയുള്ള ഓറിയന്റലിസ്റ്റുകളൊക്കെ ശ്രമിച്ചത്, അവർ ഈ സനദിനെ കട്ട് ചെയ്യാനാണ് ശ്രമിച്ചത്. കാരണം സനദുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ ഹദീസിനെ ഒഴിവാക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ നമ്മുടെ ഉലമാ വികസിപ്പിച്ചെടുത്ത ഈ ഒരു ട്രഡീഷൻ, ഇപ്പോൾ ജർഹ് തഅദീൽ, അവ ഒരു റാവി, ആ റാവിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് റെക്കോർഡറാണ്. അത് ഇത്ര സൂക്ഷ്മമായ ഒരു ട്രഡീഷൻ വേറെ എവിടെയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും മൗലിദ് കിതാബിൽ മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ എന്നാണല്ലോ. അതുകൊണ്ട് നബി തങ്ങളെ കുറിച്ചൊരു കളവ് ഒരിക്കലും മൗലിദ് കിതാബിൽ വരാൻ പാടില്ല. വന്നിട്ടുണ്ടെങ്കിൽ അത് മൗദൂഇയാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് ഈ ചോദ്യം അടിസ്ഥാനപരമായി മൗലിദിനെ അംഗീകരിച്ചതിന് ശേഷമാണ് ഈ ചോദ്യം തന്നെ വരുള്ളൂ കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ ചോദ്യം വരുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത് മൗലിദിന്റെ കിതാബിൽ ഇത്തരം സംഗതികളൊന്നും ഇല്ലെങ്കിൽ അത് സ്വീകരിക്കാം എന്നാണ് ആ ചോദ്യകർത്താവ് സമ്മതിക്കുന്നത്. ഇതുണ്ടെങ്കിൽ നമ്മൾ അതിനോടുള്ള പ്രതികരണം അങ്ങനെയാണ്. അപ്പൊ ഹദീസുകളെ വാലിഡേറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ മെത്തേഡുകളുണ്ട്. ഇനി ഖുറാനും ഹദീസും കഴിഞ്ഞാൽ പിന്നെ മൗലിദ് കിതാബിലുണ്ടാവുക ചരിത്രങ്ങളാണ്, സീറകളാണ്. തീർച്ചയായിട്ടും അതിലും നമ്മൾ പരിശോധന നടത്തണം. തെളിവില്ലാത്ത ഓതന്റിക്കായ ഗ്രന്ഥങ്ങളിലൊന്നും കാണാത്ത. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ചരിത്രം മനസ്സിലാക്കാനും പഠിക്കാനും അതിനെ വാലിഡേറ്റ് ചെയ്യാനും നമ്മുടെ ഉലമാ പറഞ്ഞ പല മെത്തേഡുകളുണ്ട്. നമ്മുടെ ഇസ്ലാമിക് പെർസ്പെക്റ്റീവ് അനുസരിച്ച് ഓറൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. എല്ലാം റെക്കോർഡർ ആവണം, എല്ലാം രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് കാണണം എന്നൊരു വാശി നമുക്കില്ല. ആദ്യകാലത്തൊന്നും റെക്കോർഡായിട്ടും രേഖപ്പെടുത്തിക്കൊണ്ടൊന്നുമല്ല കാര്യങ്ങളൊക്കെ വളർന്നത്. അത് വെസ്റ്റേൺ മെത്തഡോളജി രൂപപ്പെടുത്തി കൊണ്ടുവന്ന ഒരു സംഗതിയാണ്. അഥവാ ഇപ്പോൾ ഒരു പുസ്തകം, ആ പുസ്തകത്തിന്റെ ഓതർ ആരാണെന്നുള്ള വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ കയ്യെഴുത്ത് കോപ്പിയിലെങ്കിലും അതിൻ്റെ ഓതറെ പേരെന്ത് ചെയ്യണം, എഴുതപ്പെടണം. ഇപ്പോൾ ചില ആലിമ്യങ്ങളൊക്കെ കാണാം, അവരെ കിതാബ് എഴുതുമ്പോൾ ഞങ്ങളെ കിതാബെന്ന് പറയില്ല. അവരുടെ വിനയം, അള്ളാഹു അതിന് കബൂലിയത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ കിതാബ് ആളുകൾ വായിക്കട്ടെ, ഞാൻ എൻ്റെ പേര് അറിയപ്പെടേണ്ട, മഷ്ഹൂറാവേണ്ട ഒരു കാര്യമില്ല. പിന്നീട് അതിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് വരും. ഇപ്പോൾ മഹാനായ കൈപ്പറ്റ ഉസ്താദ്, അവരുടെ കിതാബുകളിലൊക്കെ അവർ വലിയ പണ്ഡിതനാണ്. കൈപ്പറ്റ ചിലപ്പോഴൊക്കെ കൈപ്പറ്റ ബീരാൻകുട്ടി എന്ന് മാത്രമായിരിക്കും കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള, ഞാൻ പറയുന്നത് ചരിത്രത്തെ വാലിഡേറ്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ നാം പരിശോധന നടത്തണം. ഇപ്പോൾ തഫ്സീറുകളിൽ ഇസ്രായേലിയാത്ത് ഉണ്ടല്ലോ, പല തഫ്സീറുകളിലും ഇസ്രായേലിയാത്ത് ഉണ്ട് എന്ന് കരുതി നമ്മൾ തഫ്സീറുകൾ പാടെ നിരാകരിക്കുന്നില്ല. നമ്മുടെ ഒരു വാലിഡേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ വെരിഫിക്കേഷൻ പ്രോസസ്സ് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിയാത്ത് ഇപ്പോൾ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലൊക്കെ 3 രൂപത്തിൽ ഇസ്രായേലിയാത്തുണ്ട്. സ്വീകരിക്കാവുന്ന ഇസ്രായേലിയാത്തുകളുണ്ട്, പാടില്ലാത്തതുണ്ട്, എന്തുമാവാം, പ്രശ്നമില്ലാത്ത ഇസ്രായേലിയാത്തും ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത് അതുകൊണ്ട് നമ്മൾ മൗലിദിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, തള്ളേണ്ട ആവശ്യമില്ല. ഈ ഒരു പ്രോസസ്സ് നമുക്കിതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം നമ്മുടെ കയ്യിൽ അതിൻ്റെ കൃത്യമായ മെത്തഡോളജി ഭദ്രാണ്. അതുകൊണ്ട് കള്ളം പറയുന്ന സീറകൾ, ഇല്ലാത്ത കഥകൾ പൊടിപ്പും തൊങ്ങലും വെച്ചുകൊണ്ട് എക്സഗ്രേറ്റ് കൊണ്ട് അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ട് എന്ന് സൂക്ഷ്മമായ പരിശോധനയിൽ ബോധ്യപ്പെട്ടാൽ അത് ഒഴിവാക്കാവുന്നതാണ്, ഒഴിവാക്കേണ്ടതാണ്, അതിൽ സംശയമല്ല. പക്ഷെ ഇനി വിളിച്ച് നോക്കുക, നമ്മൾ ഓതുന്ന മൗലിദുകളിലൊക്കെ അങ്ങനെ ഉണ്ടോ? അതാണ് അല്ലേ, മങ്കൂസ് മൗലിദ് നമ്മൾ ഓതാറുണ്ട്, ഷർറ നമ്മളെ കിതാബുകളിലൊക്കെ ഉള്ള കാലങ്ങളായിട്ട് കേരളീയ ഉലമാ ചൊല്ലിപ്പോരുന്ന, ഷെയർ ചെയ്തു പോരുന്ന, പിന്നെ പല ആലിമ്യങ്ങളും അതിന് കമൻ്ററി എഴുതിയിട്ടുണ്ട്. അടുത്ത കാലത്തും വളരെ അടുത്ത് റബീഉൽ അവ്വലിലാണോ അതോ തൊട്ട് മുന്നേ ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് ഫൈസി മൂടാൽ, നമ്മളെ ഉസ്താദാണ്, ഉസ്താദിൻ്റെ ഒരു നല്ല ഏറ്റവും മനോഹരമായ മങ്കൂസ് മൗലിദിൻ്റെ ഒരു വ്യാഖ്യാനം പുറത്തു വരികയുണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വർക്കുകൾ ഇതിലൊക്കെ ഈ ഒരു വാലിഡേഷൻ പ്രോസസ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സീറകളിലൊക്കെ ഉള്ള മൗലിദുകളിലൊക്കെ ഉള്ള സംഗതികൾ ഓതന്റിക്കായ സീറകളിൽ ഉള്ളതാണ്. അല്ലെങ്കിൽ ഇനി നമ്മൾ ഉദാഹരണമായിട്ട് പറയണം, ഒരു ഇൻസിഡൻറ്റ് എന്നുള്ള കിതാബിലുണ്ട്, ഒരു തെളിവ് അതിനില്ല, എവിടെയില്ല, അത് ഓതന്റിക് അല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്കത് അതാണ് പിന്നെ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ഓതുന്ന മൗലിദ് കിതാബുകളിലുള്ള സംഗതികൾ സീറകളിലുള്ളതാണ്. ഇബ്നു ഹിഷാമിൻ്റെ സീറ, പിന്നെ ഇബ്നു ഇസാഖ് എന്നിവരുടെ സീറകൾ, പിന്നെ നബി തങ്ങളെ കുറിച്ച് എഴുതപ്പെട്ട ഒരുപാട് വർക്കുകൾ, ഇമാം ഖാദി അയ്യാദ് റഹിമഹുല്ലയുടെ ഷിഫ, അങ്ങനെയുള്ള ഖസായിസുൻ നബവിയ, ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വർക്ക്, അതുപോലെ അൽ മവാഹിബുൽ ലദുന്നിയ, ഇങ്ങനെയുള്ള ഇതിലൊക്കെ ഉള്ള അതിൻ്റെ ഇമാം സുർഖാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അതിൻ്റെ വ്യാഖ്യാനം, പിന്നെ ഇബ്നു ഹജറുൽ ഹൈത്തമി തങ്ങളുടെ
ഖസീദത്തുൽ ഹംസിയയുടെ വ്യാഖ്യാനം, അൽ മിനഹുൽ മക്കി, ഇങ്ങനെയുള്ള വർക്കുകളിലൊക്കെ വന്ന സംഗതികളാണ് കിതാബുകളിലൊക്കെ ഉള്ളത്. അതുപോലെ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോരുന്ന കാര്യങ്ങളും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ പാരായണം ചെയ്യുന്ന മൗലിദ് കിതാബുകളിലൊന്നും എന്തില്ല, വരുന്നില്ല. ഇനി ലോകത്ത് ഏതെങ്കിലും ആൾ മൗലിദ് എന്ന് പറഞ്ഞ് അച്ചടിക്കപ്പെട്ട കിതാബിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തഫ്സീറുകളിൽ നിന്ന് പാടില്ലാത്ത ഇസ്രാലിയാത്തിനെ നമ്മൾ മാറ്റി നിർത്തിയതുപോലെ ഹദീസുകളുടെ വിശാലമായ ലോകത്ത് ഇസ്നാദ് എന്നുള്ള ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വെരിഫിക്കേഷൻ പ്രോസസ്സ് നമ്മൾ നടത്തിയതുപോലെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് നമ്മൾ ഇവിടെയും എന്ത് ചെയ്യണം, നടത്തണം. എന്നിട്ട് അതിനെ സ്വീകരിക്കണം. റിജക്റ്റ് ചെയ്യപ്പെടണം എന്ന് തീർച്ചയായിട്ടും നമുക്ക് ബോധ്യപ്പെടുന്നവ എന്ത് ചെയ്യണം, ഒഴിവാക്കപ്പെടുകയും വേണം. പക്ഷെ നമുക്കറിയാലോ, നമ്മൾ സാധാരണ ചൊല്ലി വരുന്ന ഈ സംഗതികൾ, നമ്മുടെ പരിചയത്തിലുള്ള കിതാബുകൾ, നമ്മൾ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ബർസൻജി മൗലിദ് കേരളത്തിൽ നിന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു കേരളത്തിനേക്കാൾ കൂടുതൽ പുറത്ത് വളരെ പ്രസിദ്ധമായ, വളരെ എന്താ പറയുക, വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ സാധാരണ ഓതുന്ന കിതാബാണ്, മൗലിദാണ്. ഇതിലൊന്നും നമുക്കത് കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതാണ് പ്രശ്നമെങ്കിൽ, അതില്ലെങ്കിൽ ഒരു കുഴപ്പം ഇതിൽ വരുന്നില്ല. അപ്പൊ അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മൗലിദുമായി ബന്ധപ്പെട്ട് ഒതന്റിസിറ്റിയെ ചുറ്റിപ്പറ്റിയുള്ള ചോദ്യങ്ങൾ നമ്മളിപ്പോൾ അഡ്രസ്സ് ചെയ്ത്, അതുപോലെ തന്നെ അല്ലെങ്കിൽ കുറച്ചും കൂടി കടന്നിട്ടുള്ള ഒരു ചോദ്യം വരാറുള്ളത് കൂടുതൽ ശിർക്കാരോപണമൊക്കെയുമായി ബന്ധപ്പെട്ടൊരു സാധനം വരാറുണ്ട്. മങ്കൂസ് മൗലിദിലുള്ള ഇർത്തഖബ്തു അലൽ ഖത്താ ഗൈറ വാദ്, ആ ഒരു ഭാഗത്ത് തന്നെ ഇസ്തിഗാസ അല്ലെങ്കിൽ തവസ്സുലുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളൊക്കെ മൗലിദ് കിതാബുകളിൽ ഉണ്ടല്ലോ. ഇത് ഷിർക്കിലേക്ക് വരെ എത്തിക്കൂല എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ടല്ലോ. അതിനോട് എങ്ങനെ പ്രതികരിക്കും? മൗലിദ് കിതാബുകളിലുള്ള ഇത്തരം പരാമർശങ്ങൾ, പ്രത്യേകിച്ച് നബി തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കൊണ്ട് ചില സംഗതികൾ ചോദിക്കുക, സഹായം ചോദിക്കുക, ഇതൊക്കെ ഇസ്തിഗാസ, തവസ്സുലിനെ കുറിച്ച് നമുക്ക് പറയാം. ഇത്തരം വിഷയങ്ങളുടെയൊക്കെ മർമ്മം നേരത്തെ ചർച്ച ചെയ്ത കൊസാലിറ്റിയെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളിടത്താണ്. അപ്പോൾ ലോകത്ത് തഅ്സീർ, ഖുവ്വത്തു തഅ്സീർ അത് അള്ളാഹുവിനുള്ളതാണ്. ചില ആളുകളിലൂടെ അള്ളാഹു, ഇപ്പം നമ്മൾ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രോഗം മാറും. മരുന്നാണോ രോഗം മാറ്റുന്നത്? അല്ല. ഡോക്ടറാണോ രോഗം മാറ്റുന്നത്? ഒരിക്കലും അല്ല. പക്ഷേ ഡോക്ടർ എന്നാൽ പിന്നെ എന്തിനാ ഡോക്ടറെ അടുത്തേക്ക് പോവാതിരുന്നാൽ പോരെ? ഡോക്ടർ, എൻ്റെ മോൻ അസുഖമാണ്, നിങ്ങളൊന്ന് സഹായിക്കണം. ഡോക്ടറാണോ സഹായിക്കേണ്ടത്? അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യണ, നബിയെ അങ്ങ് എന്നെ സഹായിക്കണം എന്ന് നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴേക്ക് അള്ളാഹുവിൻ്റെ പദവിയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഉയർത്തുന്നില്ല. അഥവാ ആദരവും ആരാധനയും രണ്ടാണ്. ഒന്ന് ആദരവാണ്. അപ്പോൾ നബി സല്ലല്ലാഹു, ഇപ്പോൾ റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെള്ളം എടുത്തു കൊടുക്കാറുണ്ടായിരുന്ന സ്വഹാബിയാണല്ലോ, വുളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരിക്കൽ നബി ചോദിക്കുന്നുണ്ട്, റബീഅത്തെ, നിനക്ക് എന്നോട് എന്താണ് ചോദിക്കാം, നിനക്ക് എന്താണ് വേണ്ടത്, എന്നോട് ചോദിക്കാം. അപ്പോൾ റബീഅത്ത് നബി തങ്ങളോട് ചോദിക്കുന്നത്, നബിയെ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബി എനിക്ക് അങ്ങയോട് കൂടെ സ്വർഗത്തിൽ എന്ത് ചെയ്യണം, മുറാഫഖ, സഹവാസം, അതിനുള്ള അവസരം ഉണ്ടാവണം. അസ്അലുക അല്ലേ, ലേക്ക അഷ്കു ഫീഹിമ എന്നാണല്ലോ നമ്മളെ ഇർത്തഖബ്തു അലൽ ഖത്താ. അപ്പൊ നബി, നമ്മൾ റമദാനിലും മറ്റൊക്കെ ചോദിക്കാറില്ലേ അസ്അലുക്കൽ ജന്നത്ത, അവിടെ അസ്അലുക ആരാ? അള്ളാഹുവാണ്. അസ്അലുക്കൽ ജന്നത്ത വ അഊദു ബിക മിനന്നാർ. അപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യമാണിത്. അപ്പൊ നബി റബീഅത്തിനോട് അങ്ങനെ ചോദിക്കല്ലേ, അത് അങ്ങനെ ചോദിക്കാൻ പാടില്ല, അതുകൊണ്ട് ഇങ്ങനെ ചോദിക്ക് എന്ന് നബി കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവർ മറുപടി പറയാ, അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല. അപ്പൊ അതിനൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായിക്കുന്നത്, ആ സഹായിക്കാനുള്ള ശേഷി നൽകുന്നത് അള്ളാഹുവാണ്. നമ്മൾ പറഞ്ഞല്ലോ, അസ്സബബുൽ മുഅസ്സിർ അള്ളാഹുവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ല സബബുൽ മുഅസ്സിർ. സഫിഷ്യന്റ് കോസ് എല്ലാ വിഷയത്തിലും അള്ളാഹു തന്നെയാണ്. ഈ ഒരു വിശ്വാസത്തോടെയാണ് ഒരാൾ ഇത് ചോദിക്കുന്നത്, ഒരു പ്രശ്നമില്ല. അപ്പൊ ചില ആളുകൾ പറയാറുണ്ട്, സ്വഹാബത്തൊക്കെ അങ്ങനെ ചോദിച്ചത് നബി എന്ന് ലൈവായി ജീവിച്ചിരിക്കുന്ന സമയമാണ്, അതുകൊണ്ടാണ് അങ്ങനെ സഹായം കിട്ടിയത്. ജീവിച്ചിരിക്കുന്നത് കൊണ്ട് സഫിഷ്യന്റ് കോസായി നബി മാറുന്നുണ്ടോ? ഒരിക്കലും മാറുന്നില്ല. ജീവിച്ചിരുന്നാലും നമ്മുടെ മുന്നിൽ, ഭൂമിക്ക് മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലെങ്കിൽ ഏതോ വലിയ മഹാനും, അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് തഅ്സീറിനുള്ള ശക്തി ഉണ്ട്
മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് തഫ്സീറിൻ്റെ ശക്തിയില്ല. ഇത് വലിയ അപകടം പിടിച്ച വാദമാണല്ലോ. അതുകൊണ്ട് ഒരിക്കലും തഫ്സീർ വരുന്നത് അള്ളാഹുവിൽ നിന്നാണ്. അത് ലാഹിരിയായിട്ട് അവർ നമ്മിൽ നിന്ന് മറഞ്ഞാലും അവർ നമ്മുടെ ഇടയിൽ ജീവിച്ചാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത്തരം പരാമർശങ്ങൾ, ഇസ്തിഹാസ, നേരിട്ടുള്ളതുപോലത്തെ സംസാരങ്ങളൊക്കെ ഈ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ തവസ്സുലാണ്. തവസ്സുല് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഇപ്പോൾ തവസ്സുല് നമ്മൾ ചോദിക്കുന്നത് അള്ളാഹുവിനോട് തന്നെയാണല്ലോ. ഇന്നാലിന്ന വ്യക്തിയുടെ ബറക്കത്ത് കൊണ്ട്, ജാഹ് കൊണ്ട്. ഇപ്പോൾ നമ്മുടെ മൗലിദ് കിതാബിലൊക്കെ ഉണ്ട് ദുആ, അള്ളാഹുവെ ജാഹി നബീക, അല്ലേ? ഇപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരു ലരീറുൽ ബസറായ ഒരാൾ വന്നു, അഥവാ കണ്ണിന് കാഴ്ച. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, സിഹാഹു സിത്തയിലാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, നബിയെ, എനിക്ക് കണ്ണിന് പ്രശ്നമുണ്ട്, അങ്ങ് ദുആ ചെയ്യണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ ആദ്യം പറഞ്ഞു, ക്ഷമിക്കുകയാണെങ്കിൽ അതാണ് ഖൈർ. അപ്പോൾ നബി ഞങ്ങൾ ദുആ ചെയ്യണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മനുഷ്യനോട് പറയാണ്, നിങ്ങൾ വീട്ടിൽ പോവാ, 2 റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ട് ദുആ ചെയ്യുക. നബി പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞോന്ന് അറിയോ? നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്താ ദുആ ചെയ്യേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിജാഹി നബിയിക നബിയ്യർ റഹ്മ എന്ന് നിങ്ങൾ പോയി ദ്വാരക്കുക. ഇപ്പം നബി ചെയ്തോന്നൊക്കെയാണ്, റസൂലുള്ളാഹി തങ്ങളുടെ ഒരു കൽപ്പനയാണിത്. എന്നിട്ട് ചോദിക്കുക, എൻ്റെ പ്രശ്നങ്ങൾ പഠിച്ചോ, എൻ്റെ ആവശ്യങ്ങൾ നീ നിറവേറ്റി തരണം, എൻ്റെ കണ്ണിൻ്റെ പ്രശ്നം മാറ്റിത്തരണം എന്ന് ദുആ ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സഹാബിയോട് കൽപ്പിച്ച് അദ്ദേഹത്തെ പറഞ്ഞേക്കാണ്. അങ്ങനെ അവരത് ചെയ്ത് അവരുടെ കാഴ്ച ശക്തി ശരിയാകുന്ന കാഴ്ച തിർമിദി റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. ഇതിന് തുടർച്ചകൾ പിന്നെയും ഉണ്ടായി എന്നുള്ളതാണ്. റസൂൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഉസ്മാൻ ഇബ്നുൽ ഹുനൈഫ് എന്ന് പറയുന്ന ഒരു സ്വഹാബിയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരിച്ച കാലം, ആ കാലത്ത് വേറൊരു മനുഷ്യന് ഇതുപോലെ കാഴ്ചയുടെ പ്രശ്നം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം ഈ ഹുനൈഫ് എന്ന് പറയുന്ന സ്വഹാബിയുടെ അടുത്തേക്ക് വന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഖലീഫയുടെ അടുത്തേക്ക് പലപ്പോഴും ഈ പ്രശ്നം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തിരക്കിലോ മറ്റൊക്കെ ആയിരുന്നു. ഇതിന് നിങ്ങൾ എനിക്കൊരു പരിഹാരം ഇതിന് പറഞ്ഞു തരുമോ? അപ്പോൾ മൂപ്പര് പറഞ്ഞു പരിഹാരം, സമയത്ത് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. നബി തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ ഇങ്ങനെ വന്ന സമയത്ത് ഇങ്ങനെ ദുആ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും അങ്ങനെ ദുആ ചെയ്താൽ മതി. വീട്ടിൽ പോവുക, 2 റക്അത്ത് നിസ്കരിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിജാഹി നബിയിക നബിയ്യർ റഹ്മ. ഇനിയുണ്ട് ബാക്കി. അതുകൊണ്ട് ആ റസൂലിൻ്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ ആവശ്യം നിറവേറ്റി തരണേ, എനിക്ക് ശഫായത്ത് നൽകണേ എന്ന് ദുആ ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യണമെന്ന് നബി തങ്ങൾ കൽപ്പിക്കുന്നു. സ്വഹാബത്ത് അതിനെ വീണ്ടും എന്ത് ചെയ്യുന്നു? തുടരുന്നു. നബി തങ്ങൾ തവസ്സുൽ കൊണ്ട് സംഭവിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ, അത്രക്ക് ആ ഒരു ഔന്നിത്യത്തെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അത് നബി തങ്ങൾക്കുള്ള ഒരു പദവിയുടെ വർധനവാണ്. അള്ളാഹുവിന് അല്ലാതെ തന്നെ തരാൻ കഴിയൂലേ? വനഹ്നു എന്താ പറയുക, അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ് അലൈഹിസ്സല്ലാഹു ബികാഫിൻ അബ്ദ. അള്ളാഹിനോട് ചോദിച്ചാൽ പോരെ, വേറെ എന്തിനാ ഒരു ഇട എന്നുള്ള എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ നിങ്ങൾ ഇതുവഴി വരുമ്പോൾ അതിന് പ്രത്യേകമായ ഉത്തരം ഉണ്ട്. ആ വഴി ഇല്ലെങ്കിൽ അള്ളാഹു ഉത്തരം തരാൻ കഴിയാത്തതുകൊണ്ടല്ല, അതിന് അള്ളാഹു ആണ് അതിനെന്ത് ചെയ്യുന്നത്, അങ്ങനെയുള്ളൊരു വസീലയാക്കി നിശ്ചയിക്കുന്നതും അത് നബി തങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന എന്താണ്, ഒരു തഅലീമാണ്. ഷഫായത്തില്ലേ, ആഖിറത്തിൽ ഷഫായത്ത് ഉണ്ടല്ലോ. എന്തിനാണ് ഷഫായത്ത്? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായ ഹദീസുകളിൽ ഇതൊക്കെ എല്ലാ പ്രവാചകന്മാരുടെ അടുത്തേക്കും പോകുമ്പോൾ എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ സഹായിക്കും. നമ്മൾ ദുആന്റെ ഉളൂവിന്റെ ശേഷമുള്ള ദുആയിലൊക്കെ ഷഫായത്ത് കടന്നു വരുന്നുണ്ടല്ലോ. എല്ലാവരും പറയുന്ന ദുആ ചെയ്യുന്ന കാര്യമാണല്ലോ. എന്തിനാണ് അന്നൊരു ഷഫായത്ത്? അള്ളാഹുവിന് കഴിയൂലേ? അള്ളാഹുവിന് പുറത്തുനിന്നാൽ പോരെ? കുറച്ച് ആളുകളെ അള്ളാഹു സ്വർഗത്ത് നബി തങ്ങൾ അവിടെ അത് നബി തങ്ങളുടെ മഹത്വം അറിയിക്കാനാണ്. നബി തങ്ങളുടെ അപ്പൊ നമ്മൾ നബി തങ്ങളോ മുഖേന അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ നബി തങ്ങളുടെ പദവി വരികയാണ്. അതുകൊണ്ട് ഒരിക്കലും ഒന്നും പ്രത്യേകിച്ചൊന്നും ഇസ്ലാമിൽ നിഷിദ്ധമായ പാടില്ലാത്തൊരു കാര്യം സംഭവിക്കുന്നില്ല. തവസ്സുൽ നടന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്മായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വെച്ച് മഴ തേടി ദുആ ചെയ്ത സംഭവം പ്രസിദ്ധമാണല്ലോ.
അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബി അമ്മി നബിയിക അൻ തസ്ഖിയന. അള്ളാഹുവെ നിന്റെ റസൂലിൻ്റെ അമ്മിൻ്റെ ബറക്കത്ത് കൊണ്ട്, അവരുടെ ജാഹ് കൊണ്ട് ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കണം. ഈ സംഭവം പറഞ്ഞതിന് ശേഷം ഇമാം നവവി റഹിമഹുല്ല പറയുന്നുണ്ട് തവസ്സുലിനെ കുറിച്ച്, അത് സുന്നത്തായ കർമ്മമാണ്, അത് ചെയ്യാവുന്നതാണ്, സുന്നത്താണ്, ചെയ്യാവുന്നത് ജായിസാണെന്ന് മാത്രമല്ല അത് സുന്നത്താണ്. അപ്പോൾ തവസ്സുല്, ഇസ്തിഗാസ, ഇതുപോലെയുള്ള ഡയറക്റ്റുള്ള സംസാരങ്ങൾ ഇതൊക്കെ മൗലിദിൻ്റെ കിതാബുകളിൽ വന്നു എന്നതുകൊണ്ട് അതിനെ ഒഴിവാക്കേണ്ട ഒരു കാര്യം ഒരു കാരണത്താലും സംഭവിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുക. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം എന്നുള്ളത് അത് സുന്നത്തിനോടുള്ള സ്നേഹമായിരിക്കണം, ഇത്തിബാ മാത്രമായിരിക്കണം ആ സ്നേഹത്തിന്റെ പ്രകടനം. ഇതിങ്ങനെ അധികരിച്ച് ഒരു വ്യക്തി പൂജയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ള രീതിയിൽ ഒരു നെഗറ്റീവ് കാണാറുണ്ട്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹം ഉണ്ടാവുക. ഇപ്പോൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വളരെ പ്രസിദ്ധമായൊരു ഹദീസാണല്ലോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ ഒരാൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെക്കാൾ, ഭാര്യ സന്താനങ്ങളെക്കാൾ എന്നെ സ്നേഹിക്കുന്നത് വരെ ഒരിക്കലും നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത് എന്നെ സ്നേഹിക്കുന്നത് വരെ എന്നുള്ളതാണ്. അതുകൊണ്ട് നബി തങ്ങളെ സ്നേഹിക്കുക, അവിടുത്തെ ദാത്തു ഷരീഫയെ സ്നേഹിക്കുക എന്നത് വളരെ പ്രധാനം തന്നെയാണ്. അത് സുന്നത്തുകളോടുള്ള സ്നേഹം മാത്രമല്ല, സുന്നത്തിനോട് നമുക്ക് സ്നേഹം തോന്നുന്നത് പോലും ആരുടെ സുന്നത്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ്. നബി തങ്ങൾ ഇരുന്ന സ്ഥലമാണ്, നബി തങ്ങൾ നടന്ന വഴിയാണ്. അത് അങ്ങനെയാണല്ലോ, നമുക്ക് ഒരാളെ ഇഷ്ടമുണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് കണക്റ്റഡായ പലതിനോടും ആ സ്നേഹം എന്താവും, വ്യാപിക്കും. ഇത്തിബാവും അങ്ങനെ തന്നെയാണ്. ഒരാൾ ഇത്തിബാഴ് ഈ പ്രണയത്തിൻ്റെ ഏറ്റവും മൂർത്തിഭാവത്തിൽ ഒക്കെ എത്തുമ്പോൾ, അതിൻ്റെ ഏറ്റവും പരിപൂർണാവസ്ഥയിൽ ഒരാൾ എത്തുമ്പോൾ അയാൾക്ക് ആരെയാണോ അയാൾ സ്നേഹിക്കുന്നത് അയാളെ ഇത്തിബാഴ് ചെയ്യാതിരിക്കാൻ കഴിയൂല. അങ്ങനെ വരുള്ളൂ. നമ്മൾ നബിയുടെ കേസിൽ മാത്രം ചിന്തിക്കണ്ട, നമ്മൾ മൊത്തത്തിൽ സ്നേഹത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. നബി തങ്ങളിലേക്ക് സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം വരുമ്പോൾ നമ്മൾ അവിടെ ഒരുപാട് ചർച്ചകൾ നടത്തി അതിനെ മറ്റെന്തൊക്കെയോ ആക്കി മാറ്റേണ്ട ഒരു കാര്യം വരുന്നില്ല. സ്നേഹം എന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കമായ കുളിരുള്ള ഒരു വികാരമാണ്. ലോകം ഇത്രമേൽ മനോഹരമായത് സ്നേഹം എന്ന് പറയുന്നൊരു വികാരം അത് എല്ലാവരുടെയും മനസ്സിൽ പരസ്പരം, മാതാപിതാക്കൾ, ഭാര്യ, കുട്ടികൾ, ആളുകൾക്കിടയിൽ ഈ ഒരു വികാരം ഉണ്ടാകുന്നത് കൊണ്ടാണ്. ആ വളരെ എന്താ പറയുക നിഷ്കളങ്കമായ ആ ഒരു സ്നേഹം എന്ന് പറയുന്ന വികാരം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് നമ്മൾ സ്വഹാബത്തിൻ്റെ ചരിത്രം നോക്കിയാൽ മതി. സ്വഹാബത്ത്, താബിഉകൾ, അവരൊക്കെ പ്രവാചകരെ സ്നേഹിച്ച സ്നേഹ പ്രകടന രീതികൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൻ്റെ വിയർപ്പിൻ്റെ അംശങ്ങൾ അവർ അത് ഒരുമിച്ച് കൂട്ടി ഒരു കുപ്പിയിലോ മറ്റോ ആക്കി കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട് ഇതെന്തിനാണ്? അപ്പോൾ അവരുടെ മറുപടി എന്താണ്? നബി, ഇത് അത്യബു തീബാണ്, ഞങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുന്ന ഏറ്റവും അത്യബായ സുഗന്ധമായിട്ട് ഞങ്ങളത് ഉപയോഗിക്കണം. ഇത് നബി തങ്ങളുടെ സുന്നത്തൊന്നും അല്ലല്ലോ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവരാണല്ലോ അല്ലെ ലോകത്തുള്ള എല്ലാവരെ ഒരു ഭാഗത്ത് വെച്ച് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മറുഭാഗത്ത് വെച്ചാൽ സിദ്ദീഖ് തങ്ങളുടെ കയ്യിലുള്ള പ്രധാനപ്പെട്ട മൂലധനം എന്ന് പറയുന്നത് ഹുബ്ബാണ്, സ്നേഹമാണ്, നിഷ്കളങ്കമായ സ്നേഹം. നബി തങ്ങളോട് ഒരിക്കൽ പറഞ്ഞില്ല, നബി എനിക്ക് 3 കാര്യങ്ങളാണ് ഏറ്റവും ഇഷ്ടം. ഒന്ന്, അൽ ജുലൂസു ഇൻദക്, അങ്ങയുടെ അടുത്തിരുന്ന് ഇരിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാമത്തത് അന്നദറു ഇലാ വജ്ഹിക്, അങ്ങയുടെ മുഖത്തേക്ക് എനിക്ക് ഇങ്ങനെ നോക്കിയിരിക്കണം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൂന്നാമത്തേത് ഇൻഫാഖുൽ മാൽ, അങ്ങേക്ക് വേണ്ടി എൻ്റെ സമ്പാദ്യം മുഴുവനും ചെലവഴിക്കുക. 3 ഇത് സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ്. കേവലം സുന്നത്തുകളോട് മാത്രമല്ല, സ്വാഭാവികമായും സുന്നത്തിനോട് സ്നേഹം വരും. അത് വ്യക്തിയോടുള്ള സ്നേഹം രൂപപ്പെടുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളോടും സ്നേഹം വരിക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. ഇങ്ങനെ ഓരോരുത്തരുടെ കേസ് എടുത്തു നോക്കിയാലും മഹാനായ സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി അലൈഹി, അവര് അനസ് റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോഴൊക്കെ അനസ് റളിയല്ലാഹുവിന്റെ കൈ ചുംബിക്കും. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്പർശിച്ച കൈയാണല്ലോ എന്ന് കരുതിയിട്ട് തൻ്റെ കൈയിൻ്റെ സ്മെല്ല്
എപ്പോഴും വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ അത്ര തേച്ചുകൊണ്ടായിരുന്നു ഇമാം അനസ് റളിയല്ലാഹു അൻഹു, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഇറങ്ങിയിരുന്നത്. കാരണം എൻ്റെ കയ്യിൽ നിന്ന് അഴുക്കുകളോ അല്ലെങ്കിൽ പിന്നെ സുഗന്ധമില്ലാത്തൊരവസ്ഥ ഒരിക്കലും, കാരണം ഇത് നബിയെ തൊട്ട കൈയാണല്ലോ. അപ്പൊ ഇങ്ങനെ പല രൂപത്തിൽ ഇതിൻ്റെ പ്രകടനങ്ങൾ. ചില മഹാന്മാരൊക്കെ പേരിടുന്നിടത്ത്, മക്കൾക്ക് പേരിടുന്നിടത്ത് മുഹമ്മദ് എന്ന് പറയുക. അപ്പൊ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഷാഫി ഇമാമിൻ്റെ ഒക്കെ പ്രവാചക സ്നേഹം വളരെ പ്രസിദ്ധമാണ്. മഹാനവറുകൾ റിസാലയുടെ ആമുഖത്തിൽ പറയുന്നുണ്ട്, ലോകത്ത് വന്ന എല്ലാ അനുഗ്രഹങ്ങളും, എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം സബബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടാണ്, എൻ്റെ ആരംഭത്തിൽ അത് പറഞ്ഞിട്ടാണ് ബാക്കി ഉസൂലിയായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഷാഫി ഇമാം തൻ്റെ 2 മക്കൾക്ക് മുഹമ്മദ് എന്നാണ് പേരിട്ടത്. പിന്നീട് 2 പേർക്കും 2 എന്താ പറയുക സ്ഥാനപ്പേരുകൾ പിൽക്കാലത്തിൽ ലഭിക്കുകയുണ്ടായി. പേര് മുഹമ്മദാണ്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ പേരിൻ്റെ കൂടെ മുഹമ്മദ് എന്ന് കൂടുന്ന ഒരു രീതി ഉണ്ടല്ലോ. ചിലപ്പോഴൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാം, ഒന്നാമൻ, മുഹമ്മദ് ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ. അഥവാ പേര് മുഹമ്മദാണ്, പിന്നെ ആളെ ഐഡന്റിഫൈ ചെയ്യാൻ 1, 2 എന്ന് പറഞ്ഞാൽ അത്രമേൽ പരിഗണിച്ചുകൊണ്ട് മക്കൾക്ക്, നബി തങ്ങളുടെ മക്കൾക്ക് എന്താണ് പേര് കൊടുത്തത്, അങ്ങനെ എപ്പോഴും നബിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങളും തീരുമാനിക്കുക. ഇബ്നു അബി ദുനിയ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ, അവരുടെ പേര് മുഹമ്മദ് ആയിരുന്നു. അവർ പറയാറുണ്ടായിരുന്നു, എൻ്റെ പേര് മുഹമ്മദ്, എൻ്റെ ഉപ്പയുടെ പേര് അബ്ദുള്ള, എൻ്റെ ഉമ്മയുടെ പേര് ആമിന, അന അഫ്തഖ്റു ബിഹി, എനിക്കതുകൊണ്ട് ഭയങ്കര അഭിമാനബോധമുണ്ട്. കാരണം എൻ്റെ പേര്, ഉമ്മയുടെ പേര്, ഉപ്പയുടെ പേരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുമായിട്ടും അവരുടെ മാതാപിതാക്കളുമായിട്ടും എന്താവുന്നുണ്ട്, ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ സ്നേഹത്തിന് ഇങ്ങനെയൊക്കെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് പറഞ്ഞൊരു ഫ്രെയിം വർക്ക് വരച്ചു കൊടുക്കാൻ കഴിയില്ല. സ്നേഹം ആഷിഖ് സ്നേഹിക്കും, മാഷൂഖിനെ അതെങ്ങനെയും സ്നേഹിക്കും. ചിലപ്പോഴൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് പിന്നെ വാർന്നൊലിക്കുന്ന രക്തത്തെ അല്ലേ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ മുഷറഫായ ഒരു വ്യക്തിത്വമാണ്, ഒരിക്കലും സാധാരണ മനുഷ്യനല്ല. മഹാനായ ഇമാം ബൂസീരി തങ്ങൾ പാടിയതുപോലെ ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. അതുകൊണ്ടാണ് അത്രമേൽ, അതുകൊണ്ട് കേവലം സുന്നത്തുകളോട് മാത്രമുള്ള ഒരു സ്നേഹം, ഇത്തിബാഉം ഈ സുന്നത്തുകളോടുള്ള സ്നേഹമൊക്കെ വരുന്നത് ആ വ്യക്തിയിലൂടെയുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂ ചെയ്യുന്ന സമയത്തെക്കുറിച്ച് ഹദീസിലുണ്ടല്ലോ, കാനു യഖ്തത്തിലൂന, അവര് തിരക്കൂട്ടായിരുന്നു. പ്രയോഗം അങ്ങനെയാണ് പ്രയോഗിച്ചത്. അഥവാ വെള്ളത്തിന്റെ ബാക്കി വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ കേശങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്നും കേവലം സുന്നത്തുകളോട് മാത്രമാണ്. വ്യക്തിപൂജ അഥവാ നേരത്തെ പറഞ്ഞില്ലേ, ആദരവാണ്. ഇതെല്ലാം ആദരവാണ്, സ്നേഹമാണ്, ആദരവാണ്, ആരാധനയല്ല. ആരാധന അള്ളാഹുവിനോട് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള വളരെ നിഷ്കളങ്കമായ, ചില ആളുകൾക്ക് മദീനയിലേക്ക് പോകാനായിരിക്കും താല്പര്യം. നബി തങ്ങളോടുള്ള സ്നേഹമാണ് കാരണം. മാലിക് ഇമാമിന് മദീന വിട്ടുപോകാൻ കഴിയില്ല, മദീനയിൽ എപ്പോഴും ഉണ്ടാവണം, മദീനയിൽ മരിക്കണം എന്നാണ് അവരാഗ്രഹിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതിന് മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുത്ത് വേറൊരു ഖബറിന് സ്പേസ് ഉണ്ട്. ആ സ്പേസ് തനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചു. നബിയുടെ അടുത്ത് കിടക്കണം, മദീനയിൽ മറവിട്ട് കിടക്കണം, അവിടുത്തെ വലിയ ആഗ്രഹമായിരുന്നു. ജീവിതകാലത്ത് അവിടെ കടക്കാൻ സാധ്യതയുള്ള ആയിഷ ബീവിയോട് സമ്മതം ചോദിച്ചു. എന്നിട്ട് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ, അബ്ദുല്ലാഹി എന്ന് പറയുന്ന തൻ്റെ മകനോട് പറഞ്ഞു, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഞങ്ങൾ ആയിഷ ബീവിയോട് എന്ത് ചെയ്യണം, സമ്മതം ചോദിക്കണം. അഥവാ ഉമറിന് ഇവിടെ കിടക്കണം എന്ന് ആഗ്രഹമുണ്ട്, കാരണം ആ സാന്നിധ്യം, ആ സാമീപ്യം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ വീണ്ടും അവർ സമ്മതിച്ച് അവരുടെ ഖബർ അവിടെ ആകുന്നു. എന്നാൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷം മദീനയിൽ നിൽക്കാൻ പറ്റുന്നില്ല. അത് സ്നേഹമാണ്. അപ്പോൾ മദീനയിൽ നിൽക്കാൻ ചിലർ ആഗ്രഹിക്കുന്നു, കാരണം സ്നേഹമാണ്. മദീനയിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നു, കാരണം സ്നേഹമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ സ്നേഹിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാനൊരു റൂട്ട് മാപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് സാധ്യമല്ല. ഇനിയും ഇതിനേക്കാളൊക്കെ അപ്പുറത്തുള്ള സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ കിതാബുകളിൽ വളരെ സുലഭമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി തങ്ങളെ നിഷ്കളങ്കമായി സ്നേഹിക്കുക. അത് എന്താ പറയുക, ആ സ്നേഹം ഇങ്ങനെ പ്രസരിക്കും, അതിങ്ങനെ വ്യാപിക്കും നബി തങ്ങളെ സുന്നത്തുകളോട്. പിന്നെ ജീവിതത്തിൽ നിന്ന് സുന്നത്തുകൾ ഒഴിവാക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നും.
അങ്ങനെ ഓരോ സമയത്തും ആ സുന്നത്തുകളോടുള്ള പ്രണയം കൂടി പൂർണ്ണാർത്ഥത്തിലുള്ളൊരു മുഹിബായിട്ട് നമ്മൾ മാറും. അപ്പം അങ്ങനെയുള്ളൊരു രീതി തന്നെയാണ് നമ്മുടെ ഉലമാ സ്വഹാബത്ത് മുതൽ ഇങ്ങനെ കടന്നു വരുന്ന ആളുകളൊക്കെ ആ ഒരു രീതി തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. നമ്മളും അങ്ങോട്ട് എത്താനുള്ള ശ്രമം ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. എന്തായാലും ഒരുപാട് നേരമായിട്ട് നമ്മൾ ഈ ഒരു വിഷയം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനി കൺക്ലൂഷനിലേക്ക് എത്താൻ തോന്നുക, ഏറ്റവും അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, റസൂലിനെ എങ്ങനെയാണ് സ്നേഹിക്കുക? അതായത് ഹുബ്ബിൽ അലിയണം എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് കയറി ചെല്ലാൻ പറ്റുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാതെ നമ്മുടെ ഈമാന് പൂർത്തിയാവുകയില്ല എന്ന് നബി തങ്ങൾ തന്നെ നമ്മോട് പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കണം. യഥാർത്ഥത്തിൽ സ്നേഹം, ഇപ്പം ഞാൻ റബിയോയോട് പറയാണ്, റബിയോയ് എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും റബിയോയിനെ എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. സ്നേഹം എന്ന് പറയുന്നത് മനസ്സിൽ നിന്ന് രൂപപ്പെട്ടു വരേണ്ട, ഉണ്ടായി വരേണ്ട ഒരു സംഗതിയാണല്ലോ. നമ്മുടെ അവയവങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യമല്ലല്ലോ. പക്ഷെ എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് പറഞ്ഞത് നാം റൂഹിയായി ആത്തിഫിയായിട്ട് തന്നെ എന്ത് ചെയ്യണം? സ്നേഹത്തിലേക്ക് എത്തണം. അത് എത്തൽ അനിവാര്യമാണ്. അഥവാ നബി എന്നെ നിങ്ങൾ സ്നേഹിക്കണം, ഞങ്ങൾ സ്നേഹിച്ചു എന്ന് പറയുകയല്ല നമ്മുടെ കടമ. സ്നേഹം എന്താണോ, യഥാർത്ഥത്തിൽ സ്നേഹം എന്താണോ അതേ സ്നേഹം അതേ വഴികളിലൂടെ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിനെ ഹൃദയം കൊണ്ട് പ്രാപിക്കുക എന്നത് തന്നെയാണ് പ്രധാനം. അപ്പോൾ അതിലേക്കുള്ള വഴികളായിട്ട് പണ്ഡിതന്മാർ സാധാരണ പറയാറുള്ള 5 കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിൻ്റെ റസൂലിനെ മനസ്സിലാക്കുക എന്നുള്ളത്. മാരിഫത്ത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഏതു കാര്യത്തോടും വ്യക്തിയോടും നമുക്ക് ഇഷ്ടം തോന്നണമെങ്കിൽ അവരെക്കുറിച്ച് അറിയണം. ഇപ്പം നബി ആരാണ് എന്ന് മനസ്സിലാക്കുക. അതിന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ നബിയെക്കുറിച്ച് പല പരാമർശങ്ങളുണ്ട്. പിന്നെ ഹദീസുകൾ നമ്മൾ പഠിക്കണം. നേരത്തെ പറഞ്ഞ സീറകൾ ഒരുപാട് വായിക്കണം. അതിൽ ചിലത് ശ്രദ്ധയോടെ വായിക്കേണ്ടതുണ്ടാവും. പിന്നെ കവിതകൾ ഉണ്ട്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ വായിക്കണം. നബിയെക്കുറിച്ച് എഴുതപ്പെട്ട ഷമായിൽ വായിക്കണം. ഇതൊക്കെ നബിയെ അടുത്തറിയാൻ നമുക്ക് സഹായമാകും. ഒന്ന് മാരിഫത്ത് എന്നുള്ളതാണ്. രണ്ടാമത്തത്, നമുക്ക് ചെയ്യാവുന്ന അഥവാ നമ്മുടെ അവയവങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു കർമ്മം എന്ന് പറയുന്നത് പിന്നെ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. അത് നബി തങ്ങളോട് ഹൃദയബന്ധം വർദ്ധിക്കാൻ കാരണമാകും. ലോകത്ത് ഒരുപാട് സ്വലാത്തിൻ്റെ സിയാകൾ പല രൂപത്തിലുണ്ട് അല്ലെ. സ്വലാത്തുൽ ഫാത്തിഹ, സ്വലാത്തുൽ നാരിയ, അതുപോലെ നബി തങ്ങളുടെ മദ്ഹ്, പിന്നെ സ്വലാത്തൊക്കെ വരുന്ന ദലായിലുൽ ഖൈറാത്ത്, ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് രൂപങ്ങൾ, പ്രയോഗ രീതികൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ദലായിലുൽ ഖൈറാത്തൊക്കെ ലോകത്തിൻ്റെ പല നാടുകളിൽ, മൊറോക്കോയിലാണല്ലോ ഇമാം ജസൂലി അവരുള്ളത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല ആശിക്യങ്ങളിലൂടെ ഇന്നും കൈമാറ്റ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ സവിശേഷമായ വലിയ അസറുള്ള ഒരു സ്വലാത്താണ് അല്ലെങ്കിൽ മദ്ഹാണ് ദലായിലുൽ ഖൈറാത്ത്. കേരളത്തിലും മഹാനായ കക്കടിപ്പുറം ഉസ്താദിലൂടെയൊക്കെ കൈമാറി പോരുന്ന ഒരു രീതി, അവരുടെ ശിഷ്യന്മാർ ഇന്നും അത് എന്ത് ചെയ്യുന്നുണ്ട്, താല്പര്യമുള്ള ആളുകളിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്ത് പോരുന്നുണ്ട്. അത് ചൊല്ലി അതിൻ്റെ ഫലങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചവർ, അതിൽ പിൽക്കാലത്ത് മരണത്തിന് ശേഷം അനുഭവിച്ച, പിന്നീട് സ്വപ്നത്തിലൂടെയും മറ്റുമൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ നമുക്ക് വിശ്വാസമുള്ള പല വിശ്വാസയോഗ്യരായ ആളുകളിൽ നിന്നൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടതും അറിഞ്ഞതൊക്കെയാണ്. പ്രത്യേകിച്ച് അടുത്ത കാലത്ത് ഫലസ്തീനികളെ കുറിച്ച് അല്ലെ, അവരുടെ മരണത്തോടുള്ള അവരുടെ ഒരു എന്താ പറയുക, മരണത്തെ എങ്ങനെ ഫേസ് ചെയ്യണം, ആഖിറത്തിലുള്ള അവരുടെ ആ കോൺഫിഡൻസ്, അതൊക്കെ വലിയ ചർച്ചയായിരുന്നല്ലോ. അപ്പം അവിടെയൊക്കെ ഈ ദലായിലുൽ ഖൈറാത്തുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച കുറിപ്പുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് മാത്രമല്ല, അപ്പം ഇങ്ങനെയുള്ള സ്വലാത്തുകൾ, അത് പിന്നെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ പല അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അദീമിൽ ജാഹ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം. ഷാഫി ഇമാമിൻ്റെ കുല്ലമ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ സയ്യിദിനാ മുഹമ്മദ് കുല്ലമ ദക്കറ ഇങ്ങനെ പല രൂപങ്ങളുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ചകളിലൊക്കെ നമ്മൾ ചൊല്ലുന്ന ഒരു ഹിസ്ബ് ഉണ്ടല്ലോ സ്വലാത്തിന്, അത് ദലായിലുൽ ഖൈറാത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഉമ്മത്ത് സൊസൈറ്റി ഏറ്റെടുത്ത ഉലമാ കൈമാറ്റം ചെയ്തു പോരുന്ന ഇങ്ങനെയുള്ള സ്വലാത്തിൻ്റെ വിവിധ രൂപങ്ങൾ, സ്വലാത്തു തിബ്, പിന്നെ സ്വലാത്തു താജ്, ഒക്കെ നമ്മുടെ നാടുകളിലൊക്കെ, ഇതൊക്കെ നമ്മുടെ കൂടെ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. മൂന്നാമത്തെ ഒരു കാര്യം സുഹബത്താണ്.
ആഷിഖീങ്ങളായ പ്രവാചകരെ സ്നേഹിക്കുന്ന നല്ല മനുഷ്യന്മാരുണ്ടാവും. മശായിഖുമാർ, വലിയ ആളുകൾക്കിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇതുപോലെയുള്ള സ്നേഹമല്ല. നബി തങ്ങളെ കുറിച്ച് ഇങ്ങനെ മനോഹരമായിട്ട് സംസാരിക്കുക എന്നുള്ളതല്ല. അവരുടെ സംസാരമൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും, പക്ഷെ അവർ ആഷിഖായിരിക്കും. അവർ ഓരോ കാര്യങ്ങളും നബിത്തങ്ങളെ മനാമിലും സ്വപ്നത്തിലും യഖ്ലത്തിലും ഒക്കെ അനുഭവിക്കുന്ന ആളുകളായിരിക്കും. നബിത്തങ്ങളിൽ നിന്ന് പല കൽപ്പനകൾ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ഉസ്താദുമാരും ആയിട്ടും മറ്റൊക്കെ ജീവിച്ചു പോയ ആളുകളുടെ ഡയറിയിലൊക്കെ അവർ എഴുതി വെച്ച്, ആരും കാണാതെ അവർ എഴുതി വെച്ച്, പിന്നീട് അവരുടെ വഫാത്തിന് ശേഷം കാണുമ്പോൾ റഅയ്തുൽ ബാരിഹത്തൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തുടങ്ങുന്ന ഒത്തിരി അനുഭവങ്ങൾ രേഖപ്പെടുത്തിയ സംഭവങ്ങൾ കേരളത്തിലുണ്ട്. നമുക്ക് ഒരിക്കലും അവിശ്വസിക്കാൻ കഴിയാത്ത മഹാന്മാരിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ. അപ്പം ഇതൊക്കെ ഇങ്ങനെയുള്ള ആളുകളോട് കൂടെയുള്ള സുഹ്ബത്ത് വളരെ പ്രധാനമാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന, അപ്പോൾ ഈ സുഹ്ബത്ത് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരു മഹാൻ അദ്ദേഹത്തെ സമീപിക്കുന്നു, അവരുടെ കൈ നമ്മൾ പിടിക്കുന്നു. അപ്പോൾ അവരിൽ നിന്ന് നമ്മിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു വേവ് ഉണ്ട്, ഒരു തരംഗം. അത് വളരെ പ്രധാനമാണ്. അവരുടെ മനസ്സിൽ നമ്മളോട് ആ സമയത്തുണ്ടാകുന്ന അവരുടെ ആ ഒരു മാനസികമായ അവസ്ഥ, അതൊക്കെ നമ്മുടെ ഉയർച്ചക്കും വളർച്ചക്കും ഹബീബിനോടുള്ള ബന്ധം വർദ്ധിപ്പിക്കാനൊക്കെ കാരണമാകുന്നുള്ളൂ. നാലാമത്തൊരു കാര്യം, പറ്റുന്നത്ര തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക എന്ന ഉപദേശമാണ് പണ്ഡിതന്മാർ നൽകുന്നത്. അഥവാ തെറ്റുകളിൽ നിന്ന് ഇങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സമറത്തായി, അതിൻ്റെ ഒരു പ്രതിഫലമായി അള്ളാഹുവിൻ്റെ നബിയോടുള്ള, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് വർദ്ധിക്കുന്നു. നബിയെ പല രൂപത്തിലും മറ്റും അനുഭവിക്കാനും കാണാനും നമുക്ക് സാധിക്കുന്നു. ഏറ്റവും ലാസ്റ്റായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇത്തിബാണ്. അഥവാ സുന്നത്തിനെ നമ്മൾ എന്ത് ചെയ്യണം, സുന്നത്തായിട്ട് ചെയ്താൽ പ്രതിഫലം ഉള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും എന്ന് പരിചയപ്പെടുത്തുന്നതിനപ്പുറം അത് ചെയ്യേണ്ട കാര്യമായിട്ട് നമ്മൾ അതിനെ പരിചയപ്പെടുത്തുകയും ചെയ്യാൻ താല്പര്യം തോന്നുന്ന രൂപത്തിൽ അതിനെ പരിചയപ്പെടുത്തുകയും പറ്റുന്നത്ര, അത് ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉച്ചയിൽ നമ്മൾ എത്തിയിട്ടില്ലെങ്കിലും നമുക്ക് പറ്റുന്ന സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്തുക. അത് പകർത്തി പോയി കഴിഞ്ഞാൽ അതിലൂടെയും അള്ളാഹുവിൻ്റെ റസൂലിലേക്കുള്ള ഒരു വഴി, ഒരു പാലം പണിയാൻ നമുക്കൊരു ഫത്തഹ്, ഒരു തൗഫീഖ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വഴികൾ തന്നെയാണ് നമുക്കും കരണീയം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഒരു സബബായി, ഒരു കാരണമായിട്ട് നമ്മുടെ ഈ ഒരു സദസ്സ്, ഈ ഒരു പ്രോഗ്രാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബിലേക്കുള്ള ഒരു വഴി, ഒരു വാതിൽ ഇതിലൂടെ, അതുപോലെ ഇത് കേൾക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, അതിലേക്ക് എത്താനുള്ള എല്ലാവിധ തൗഫീഖും ഭാഗ്യവും അള്ളാഹു നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അവസരം നൽകട്ടെ എന്ന് സാന്ദർഭികമായിട്ട് നമുക്ക് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഈ ഒരു ദുആ കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനും കൂടി വിചാരിക്കുകയാണ്. അതിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ളൊരു ഭാഗ്യം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.